بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا عرضنا الأمانة على السماوات والأرض فأبين أن يحملنها وأشفقن منها وحملها الإنسان صدق الله المولان العظيم. ഞങ്ങളെ ബിഹാരി ഭാഷ യാറ പറക്കവരങ്ങ ഐറ്റിക്കിട്ട് ഞങ്ങളെ റായത്തുള്ളത് കൊണ്ട് ബിഹാരി ഭാഷയിലെ ചൊല്ല മലയാളം വേണമെങ്കിൽ പിന്നെ ഇൻഷാ അല്ലാഹ് മലയാളത്തിൽ ചൊല്ലാം. മുസ്ലിം സമുദായ ഭാരി കഷ്ട നഷ്ട ബേജാറ് ദുഃഖ അനുഭവിച്ചുകൊണ്ടുണ്ട്. ഒന്നിന് പിറകെ ഒന്നും ഓരോന്നായിട്ട് കഠിനമായ ഒരു പരീക്ഷണം നേരിട്ടുകൊണ്ടുള്ള ഒരു സന്ദർഭത്തിലായിട്ടാണ് ഞങ്ങളുള്ളത്. ഈ സന്ദർഭത്തിൽ പ്രതിഭടനമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എതിർപ്പുകളോ കാട്ടുന്നത് അതെല്ലാം സംവിധാനപരമായിട്ട് ആവണം. പുറത്തു എന്തെങ്കിലും ഞങ്ങൾ മനസ്സ് വന്നതുപോലെ ഓരോരുത്തർ ബാലക്കാർക്ക് എന്തെങ്കിലും തോന്നിയതുപോലെ പ്രവർത്തിച്ചെങ്കിൽ ഗുണാവിടാട്ടിയാറ കഷ്ട സഹിക്കേണ്ടി വേണ്ടു. പ്രത്യേകിച്ച് യുവസമൂഹ ബാലക്കാർ മനസ്സിലാക്കണമുള്ളത് അവത്തിൽ ഉമ്മമാരുണ്ടോ പെങ്ങന്മാരുള്ളവരും ഈ ഒരു വ്യക്തിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ധാരാളം ആൾക്കാർ അവത്തിലുള്ളവർ ചൊല്ല വിഷയം ഓർമ്മ വേണം. പ്രത്യേകിച്ച് പേരോടോ പോലത്തെങ്ങല്ല ബൈക്കിൽ പോകേണ്ട ബാലക്കാർക്ക് അങ്ങനെ പ്രത്യേകം ഈ നിർദ്ദേശം കൊടുക്കണം. നിങ്ങളെ ബൈക്കിൽ നിങ്ങൾ പോകുമ്പോൾ ആവേശത്തിൽ നിങ്ങൾ പോയിട്ട് അപകടം സംഭവിച്ചെങ്കിൽ ആ സമയത്ത് ഉണ്ടാവുന്നത് നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രമല്ല അവർ ജീവൻ നഷ്ടപ്പെട്ടത്. ഔത്തുലത്തരമാ ആൾക്കാർ അതിന് കാരണമായിട്ട് നീ ഒരു വ്യക്തിയുടെ നഷ്ടകാരണമായിട്ട് എത്ര കഷ്ടം അനുഭവിക്കൊണ്ടുള്ളൂ. അപ്പം അത് കൊണ്ടിട്ട് എല്ലാ ഭാഗവും മുന്നിൽ പിറകുകൾ ആലോചന ആക്കിയിട്ട് മാത്രമായിട്ട് വേണം ഞങ്ങളെ ഏതൊരു പ്രവർത്തനവും. ഞങ്ങൾക്ക് പണ്ട് നാശനഷ്ട ബേജാറ് ദുഃഖത്തിന് പരിഹാര അള്ളാഹുവിലേക്ക് അടുക്കലായിട്ടിരിക്കുന്നതിന് പ്രധാനപ്പെട്ട ആയുധം അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ. മോമിൻ്റെ പ്രത്യേകമായ പ്രധാനപ്പെട്ട ആയുധ കത്തിയും തൊണ്ടയും തലവാറും അല്ല. ഞങ്ങളെ വലിയ ആയുധം എന്താ ചെന്നെങ്കിൽ ദുആ ആയിട്ട്. ദുആ വലിയൊരു ആയുധമേ. പക്ഷെ ആ ദുആ കബൂലാവണക്ക് കുറേ ഷർത്തുകളുണ്ട്. ഷർത്തത്ത് ദുആ ആയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ കാരണമായിട്ട് ധാരാളം സഹായ ഞങ്ങൾക്ക് കിട്ടണക്ക് അത് കാരണമാവും. വലിയ വലിയ ദുരന്തം ഞങ്ങൾക്ക് സംഭവിക്കുന്നത് ഇല്ലാണ്ടായി പോകേണ്ടത് സാലിഹ്യങ്ങളെ ദുആ കാരണമായിട്ട്, ഞങ്ങളെ കൂട്ടത്തിലുള്ള മോമിനീങ്ങളെ ദുആ കാരണമായിട്ട് ആത്മാർത്ഥമായ ദുആ അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ട ആപത്ത് വരാ മുസീബത്ത് തടുക്കണകോ തട്ടിപ്പോണക്കുള്ളൊരു സബബേ ആയിട്ട് യാതൊരു സംശയമില്ല. ഹലാല് ഭക്ഷിക്കണം, ഹലാല് മാത്രം ഉപയോഗപ്പെടുത്തണം. ഹറാമിനെ തൊട്ട് എത്ര തീരോ അത്ര ദൂരത്താവണം എങ്കിൽ ഞങ്ങളുടെ ഇബാദത്തും ഞങ്ങളുടെ ദുആവുമെല്ലാം അല്ലാഹ് കബൂലാക്കട. അത് കാരണമായിട്ട് ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു രക്ഷ തരേണ്ട യാതൊരു സംശയമില്ല. വഖഫ് ഭേദഗതി ഈ ബില്ലിൽ അതിലുണ്ടാവുന്നതായ ദുഷ്ടപരിണാമം എന്തിനെ ചൊല്ലത് ഉസ്താദ് വിവരമായിട്ട് ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. അത് പാസ്സായി വന്നെങ്കിൽ പാസ്സായ പോലെ ഉള്ളേ ഇനിയിപ്പോൾ
കോടതി ഒരു തീരുമാനം കൂടി പറഞ്ഞുകൊള്ളത് മാത്രമേ ഉള്ളൂ. അത് കാരണമായിട്ട് ധാരാളം പള്ളിയും മദ്രസവും അതുപോലെ ഖബർസ്ഥാനത്തുമെല്ലാം എന്തെല്ലാം സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് അള്ളാഹുവെ അറിഞ്ഞോ. അപ്പം അതുക്കുള്ള പരിഹാരം അള്ളാഹുവിലേക്ക് അടുക്കലടിക്കണം. അസ്തഈനു ബിസ്സബ്രി വസ്സലാ, നിങ്ങളെ സമസ്യ പരിഹാരത്തിന് നിങ്ങൾ സഹായത്തെ ഇടണം. സബറെടുത്തിട്ടും വലിയ സബർ വേണം. എടുത്തു ചാട്ട അത് ഒരിക്കലും പരിഹാരമേ അല്ല. സമസ്യ ഏറാവിടല്ലാണ്ട് അത് ഈ ഒരു വിഷയത്തിന് വേണ്ടി മാത്രമല്ല, മാപ്പിള പെഞ്ഞായിമാർ അങ്ങനെ ജീവനത്തിലും ഒരാൾ ഭയങ്കരമായ അർസവും ചീത്ത സ്വഭാവം ഉണ്ടെങ്കിൽ പിന്നെ ഒരാൾ സഹിക്കലേ, മാപ്പിള ഭയങ്കരമായ കഠിനമായ മോശമായ സ്വഭാവക്കാരനായിരുന്നെങ്കിൽ പെഞ്ഞായി അതിനേക്കാൾ മോശം അവിടെ ആയെങ്കിൽ ആ ജീവിതം പോയത് വലിയ കഷ്ടം അനുഭവിക്കേണ്ടി വേണ്ടത് ഉറപ്പേ. അപ്പോൾ അവളത്തിൽ സൈലൻ്റായിട്ട് സബറെടുത്തിട്ട് നാളെ കളിച്ചെങ്കിൽ ഇൻഷാ അല്ലാഹ് പിന്നെ അവൻ്റെ സ്വഭാവം നല്ലതായിട്ട് പറഞ്ഞു അത് കാരണമാവും. പെഞ്ഞായി മോശമായ സ്വഭാവക്കാരത്തിയായിട്ടുണ്ടെങ്കിൽ മാപ്പിള സബറെടുക്കണം, സഹിക്കണം, എന്നെങ്കിൽ ആ ജീവിതം ചന്തത്തിൽ എന്നുള്ള പോണത് അത് കാരണമാവും. നിലക്കരങ്ങളിൽ ഒരൗത്തിരങ്ങ ദുഷിച്ച സ്വഭാവക്കാരായിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരൗത്തിരങ്ങ പിന്നെ ഒരു പെണ്ണ് സബറെടുക്കണോ, സഹിക്കണം. ഇല്ലെങ്കിൽ രണ്ടാലും ഒരേപോലെ ആയിട്ടുണ്ടെങ്കിൽ ഒരാളെക്കാൾ ഒരാൾ, ഒരു പെണ്ണ് പിന്നെ പെണ്ണിനേക്കാൾ വലിയ മോശമായ സ്വഭാവക്കാരത്തിയായിട്ടുണ്ടെങ്കിൽ അത് കാരണമായിട്ടുണ്ട് അവിടെ നഷ്ട ചെറിയതല്ല. 3 വാന് അവിടെ വന്നെത്തും. ഒന്ന് പോലീസ് വാന് വരും, വലിയ ഗലാട്ടം കാര്യങ്ങളുണ്ടാവും, പോലീസ് വാന് വരേണ്ടി വരും, ആംബുലൻസ് വരേണ്ടി വരും, പിന്നെ മയ്യത്ത് കെട്ടിലും വരേണ്ടി വരും. ഇത് സമസ്യ പരിഹാരമല്ല. ആയി പോയത് എല്ലാവരുടെ സ്വഭാവം ഒരുപോലെ ഉണ്ടാവില്ല. ഒരു മനുഷ്യൻ്റെ കയ്യിലുള്ള വിരലേ ഒരുപോലെ ഉണ്ട്, എല്ലാം ഒരേപോലെ ഇല്ലല്ലോ. ചെറിയത് വലിയത് നടുവിരലിനുള്ള വേറെ വേറെ വ്യത്യസ്തമായ രീതിയിലല്ലേ ഉള്ളത്. ഒരേ ഔത്തിലുള്ള അംഗങ്ങൾ ഒരേ ഉമ്മാബടെ മക്ക ഒരുപോലെ ഇല്ല, ഒരേ സ്വഭാവത്തിലില്ല. അപ്പോൾ എല്ലാവരും വ്യത്യസ്തമായ സ്വഭാവിക്കുമ്പോൾ മോശമായ ചീത്തയായ സ്വഭാവത്തിലുള്ള നിങ്ങളുടെ സ്വഭാവത്തെ കൊണ്ടുണ്ട് പിന്നെ ഒരാൾ അതിനേക്കാൾ മോശമാവരുത്, അവർക്കൊരു സമസ്യ പരിഹാരമല്ല. ഇതുപോലെ ഇവിടെ ഞങ്ങൾക്ക് വിരുദ്ധമായിട്ട് പല അന്യായവും അക്രമവും ഞങ്ങൾ നേരിടേണ്ടി വണ്ട്. ആ നേരിടേണ്ടി വരുമ്പോൾ അതൊക്കെ എടുത്തുചാട്ടമോ അഭിപ്രായം ഇല്ലാണ്ട് അതിനെ സംബന്ധിച്ച് അറിഞ്ഞ് ആൾക്കാരുടെ അഭിപ്രായം സ്വീകരിക്കാണ്ട് ബലിയങ്ങളെ പലക്കെ സ്വീകരിക്കാണ്ട് എന്തെങ്കിലും എടുത്തിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചിട്ട് ഇവിടെ അവിടെ നാശനഷ്ടം ചെറിയതൊന്നുമല്ല. ഏതോ ആവട്ടെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് മടങ്ങലായിട്ട് ശരിയായ തൗബ ചെയ്തിട്ട് തഖ്വ ചെയ്തിട്ട് പ്രാർത്ഥന നടത്തിയിട്ട് ദിക്റുകളെ കൊണ്ട് സുഖരായിട്ട് അള്ളാഹുവിലേക്ക് അടുക്കുമ്പോൾ ഞങ്ങളുടെ സമസ്യക്ക് പരിഹാരം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ, പരിശുദ്ധമായ ഖുർആൻ വ്യക്തമാക്കി ചെന്നതായിരിക്കും. ആരെങ്കിലും അല്ലാഹു തആലാനെ സൂക്ഷിക്കേണ്ടതുപോലെ പേടിക്കേണ്ടതുപോലെ പേടിച്ചെങ്കിൽ അത് സമസ്യ പരിഹാരം ഉണ്ടാവടക്ക് യാതൊരു സംശയമില്ല. യജ്അൽ ലഹു മഖ്റജ, രക്ഷപ്പെട്ട് തരൂ അല്ലാഹു തആല ഉണ്ടാക്കി തരൂടായിട്ട്. ചിലപ്പോൾ ഒരു നാൾ കലിയും അല്ലെങ്കിൽ ഒരു വാര ഒരു തിങ്കൾ കുറേ സമയമല്ല ചിലപ്പോൾ കഴിഞ്ഞിട്ടായിട്ടിരിക്കും. അയങ്ങും മാസം അത്രത്തോളം സബറെടുക്കേണ്ടി വന്നെങ്കിൽ സമസ്യ പരിഹാരം ഉണ്ടാക്കുക അല്ലാഹു ഉണ്ടാക്കി തരും, യാതൊരു സംശയമില്ല. പക്ഷെ ഞങ്ങളുടെ ജീവനശൈലി എന്തായിട്ട് പോകണമെങ്കിൽ നിങ്ങൾ തഖ്വയിൽ അടിസ്ഥാനമായിട്ടുള്ളതായിട്ട് പോകണം. തഖ്വ ചൊല്ലത് ആർക്കോ വേണ്ടി എന്തെങ്കിലും ആക്കി തീർക്കുന്നതല്ല തഖ്വ. ഇംതിസാൽ അവാമിരില്ലാ വജ്തിനാബു നവാഹിഹി എന്നായിരിക്കും. അല്ലാഹു തആലാന്റെ കൽപ്പന ആജ്ഞകളെ ശരിയായിട്ട് അനുസരിക്കണം.
അവൻ വിരോധിച്ച കാര്യങ്ങളെല്ലാം പൊട്ടു ദൂരത്താവട്ടെ. അത് കഴിഞ്ഞിട്ട് തഖ്വയാണ് ചൊല്ലത്. ഒരു ഭാഗത്ത് നിസ്കാരം ഉണ്ടാവും, റമദാനിൽ നോമ്പും ഉണ്ടാവും. ഹറാമായ കാര്യ ധാരാളം അതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കണം. നാളെ ബയത്തേക്ക് പോകേണ്ട ആഹാരം, കുടിക്കുന്ന പാനീയ, അത് ഹറാമ് ഹലാലും ചൊല്ലു നോക്കുകയില്ല. ഹലാലിക്കും ഹറാം വയ്ക്കും. ഇങ്ങനത്തെ ഒരു ജീവനാശയം. അതുപോലെ വ്യവഹാരം, ഇടപാട്, അതെല്ലാം ഹറാമ് ഹലാൽ നോക്കുകയില്ല. എങ്ങനെയെങ്കിലും പൈസയ്ക്കും കഴിയത്ത്, എങ്ങനെയെങ്കിലും ദുനിയാവ് നേടിയും കഴിയത്ത്. അതിലൊന്നും രക്ഷ നേടാൻ സാധ്യമേ അല്ല. കച്ചവടാക്കിടക്ക്, വ്യവഹാരാക്കിടക്ക് ഇസ്ലാമിൽ ധാരാളം നിയമങ്ങളുണ്ട്. ഫിഖ് ഗ്രന്ഥത്തിൽ വിവരിക്കുന്ന 4 വിഷയം ഖുർആനും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ സമാഹാരമായ, അതിൽ നിന്ന് പിടിച്ചെടുത്തതായ വിധിവിധാനങ്ങളായിട്ട് ഫിഖ് എന്ന് ചൊല്ലത്. ഖുർആനും ഹദീസും ഇജ്മാവും ഖിയാസും അടിസ്ഥാനമാക്കിയിട്ട് ഉള്ള ഇസ്ലാമിൻ്റെ നിയമങ്ങളെ വിവരിക്കുന്ന ഒരു കിതാബായിട്ട്, ഒരു വിഷയമായിട്ട് ഫിഖ്. അതിൽ 4 വിഷയമായിട്ട് ചർച്ച ചെയ്തത്. ഒന്ന്, ഇബാദത്തുകളുടെ ക്രമം. ഇബാദത്തുകൾ ചെന്നെങ്കിൽ അത് ശരിയായിട്ടാവണമെങ്കിൽ ഒരു ക്രമം പഠിച്ചിട്ട് ചെയ്യണം. എല്ലാവരും നിസ്കരിക്കുക അതുപോലെ നാണും എന്താക്കട മരരെ എണിക്കല കുത്തര തെക്കട ഇങ്ങനെയുള്ളാക്കിയെങ്കിൽ അത് നിസ്കാരാവില്ല. അത് കുറേ നിയമങ്ങളുണ്ട്, നിബന്ധനകളുണ്ട്. അതൊക്കെ മുന്നുള്ള ഒലൂക്ക് കുറേ നിബന്ധന ഉണ്ട്. ജനാബത്തായ കുളിക്കിടക്ക് കുറേ നിബന്ധനകളുണ്ട്. നജസായ ശുദ്ധിയാക്കണക്കുള്ള കുറേ ക്രമമുണ്ട്. അതെല്ലാം വേണ്ടതുപോലെ പഠിച്ചിട്ട് നിസ്കാരം തുടങ്ങിയിട്ട് അവസാനത്തോളം ആ നിസ്കാരത്തിൽ ജാഗ്രതാകേണ്ട കുറേ വിഷയങ്ങളുണ്ട്. കുറേ ആൾ വിചാരിച്ചിരുന്നത് നിങ്ങൾക്കെല്ലാം തെരിയുമാണ്. നോക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 10-25 ക്വസ്റ്റ്യൻ കൊടുത്ത് നോക്കണം. എന്തൊരു അവിടുണ്ട് ഇത്ര തെരിയുകൊണ്ട് കൊന്തോളും. വേറെ എന്ത് വേണ്ട, ഒരു നിസ്കാരത്തെ മസലമേ, ഒളുവിടെ മസലമേ ഒരു എഴുതി കൊടുത്തിട്ട് ഉത്തരം തെറിച്ചെന്നെങ്കിൽ ശരിയായ ഉത്തരം കിട്ടുന്നത് വലിയ കൊറടി ആൾക്കാരിൽ മാത്രമായിരിക്കും. എന്തെല്ലാം വിഷയം ചർച്ച കൊടുക്കും, കേൾക്കൊടുക്കും, ഇതെല്ലാം ആളുണ്ട്, സമയമുണ്ട്, ടൈമുണ്ട്. ശരി, ഒരു ഇബാദത്ത് നേരാവണ വേണ്ട ശരിയാവണ വേണ്ടിയിട്ട് എന്തെല്ലാം മസാല നിങ്ങൾ പഠിക്കണമെന്നുള്ള വിഷയത്തിൽ ശ്രദ്ധയില്ലാത്ത ആൾക്കാരായിട്ട് യാറത്തുണ്ട് ഉള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും നാഫിയായ ഉപകാരപ്രദമായ ഇൽമു അല്ലാഹു തആല തന്ന് സ്വാലിഹായ അമൽ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ സ്വാലിഹായ അമൽ, നിസ്കാര, നോമ്പ് ഇതെല്ലാം ഉള്ളതോട് കൂടമേ ഞങ്ങളെ ബയത്തുക്ക് പോകേണ്ട ആഹാരം, ഞാൻ കുടിക്കുന്ന പാനീയ അത് തനിച്ച് ഹലാലായിട്ട് വേണം. ഹറാമായത് ഞങ്ങളെ ബയത്തുക്ക് പോകണമെന്ന് ഞങ്ങൾ സമ്മതിക്കണമെങ്കിൽ തീരാം. ഞങ്ങളെ മാത്രമല്ല, ഞങ്ങളെ വെഞ്ഞായമക്കളെ ബേത്തുക്കും ഹറാമായത് കടക്കു തീരാം. ആ ഒരു നീയത്തിൽ ഞങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഹലാല് മാത്രമേ ഞങ്ങളെ മുന്നിലേക്ക് വേണ്ടു. ഏതുമാവും എന്തായാലും ആവും ചൊല്ല ഒരു നീയത്തുണ്ടെങ്കിൽ അതിലേക്ക് അത് എല്ലാ തെറും തുറന്ന് കാണിക്കപ്പെടും. ദുനിയാവല്ലേ, ദുനിയാവിൽ എല്ലാ ഹൈറും ഷറും എല്ലാത്തുക്കും വായിൽ തുറക്കപ്പെടും. അത് ആ ഷറും ഹൈറും എല്ലാം ഉണ്ടെങ്കിലും അത് തിരഞ്ഞെടുക്കണമുള്ള, സെലക്ട് ആക്കണമുള്ളതായ ബുദ്ധി, അറിവ്, വിവേകം എല്ലാം മനുഷ്യർക്ക് അല്ലാഹു തആല തന്നറ. ആ ബുദ്ധിയും അറിവും ഉപയോഗപ്പെടുത്തിയിട്ട് മനുഷ്യ നല്ലതിന് നല്ലതായിട്ട് കാണണം, ബെടക്കിടെ ബെടക്കായി കണ്ട് ദൂരത്താവണം. അപ്പായിട്ട് തഖ്വയാണ് ചൊല്ലത്. അങ്ങനത്തെ തഖ്വ ചെയ്ത് ജീവിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ അനുഭവിക്കണ, ഞങ്ങൾ നേരിട്ടതായ സമസ്യത്തുകളെല്ലാം പരിഹാരം അല്ലാഹു തആല തരും. ഞങ്ങളെ സമൂഹത്തിൽ ഇപ്പോൾ ഇസ്ലാമിൻ്റെ നിയമങ്ങളെ പാലനാക്കണമുള്ള ശ്രദ്ധ കുറഞ്ഞു പോയത് കൊണ്ടും ഈമാൻ്റെ വോൾട്ടേജ് അതിലെ ശക്തി കുറഞ്ഞത് കൊണ്ടായിട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഇന്നെല്ലാം അനുഭവിക്കേണ്ടി വേണ്ടത്. പക്ഷെ നല്ല മനുഷ്യന്മാരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അയങ്കല ബെടക്ക് യാറായപ്പോൾ നല്ലത് സാധാരണ വണക്കരൊട്ടിക്ക് പച്ചക്കത്തിർ ചൊല്ല പോലെ
അദാബ് ഇറങ്ങുമ്പോൾ, മുസീബത്ത് ഇറങ്ങുമ്പോൾ എല്ലാം ഒട്ടായിട്ടായിട്ട് ഇറങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഒരു സംഭവം ചെന്നോറും, കഅബത്തെ പൊളിക്കു വേണ്ടിയിട്ട് ഒരു കൂട്ടം ആൾക്കാർ ബറുവറും. അപ്പോൾ അങ്ങനെ ഒരു കാലി മരുഭൂമിയിലെത്തിയപ്പോൾ യുഹ്സബു ബിഅവ്വലിഹിം വആഖിരിഹിം, അങ്ങനെ എല്ലാവരെയും ആ തലയിലുള്ള ആൾക്കാരെ പിടിച്ച്, ഈ തലയിലുള്ള ആൾക്കാർ തോലെ എല്ലാവരെയും ഭൂമി പിടിച്ച് മുഴുകുമുണ്ട്. അപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ചെന്നോറും, യുഹ്സബു ബിഅവ്വലിഹിം വആഖിരിഹിം വഫീഹിം അസ്വാഖുഹും, എല്ലാവരെയും ഭൂമി പിടിച്ച് മുഴുകുമോ നബിയെ? അങ്ങനെ കൂട്ടത്തിൽ നിരപരാധികളില്ലേ? അങ്ങാടിയിൽ കച്ചവടലാക്കിക്കൊണ്ടുള്ളങ്ങയില്ലേ? വേറെ എന്തെങ്കിലും അത്യാവശ്യത്തിന് വേണ്ടി ബന്ധങ്ങളില്ല ആ തെരുളിലേക്കില്ലേ? എല്ലാവരെയും ഭൂമി പിടിച്ച് മുഴുകുവാണ്ട് കേട്ടോ. അപ്പം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് ജവാബ്, യുഹ്സബു ബിഅവ്വലിഹിം വആഖിരിഹിം സുമ്മ യുബ്അസൂന അലാ നിയ്യാതിഹിം. അദാബ് ഇറങ്ങുമ്പോൾ, ആ ശിക്ഷ വരുമ്പോൾ, ഭൂമി പിടിച്ച് മുഴുകുമ്പോൾ, ഭൂകുംപന ഭൂകുസിത ആവുമ്പോൾ അവിടെ നല്ലങ്ങളെ നോക്കിയിട്ട് മാത്രം ബേരാക്കിയിട്ട് ബെടക്കിടങ്ങളെ മാത്രം പിടിച്ച് മുഴുകേച്ചുള്ള സ്വഭാവം ഇല്ല. എല്ലാവരെയും ഭൂമി പിടിച്ച് മുഴുകും. ആ സമയത്ത് ദുർജനങ്ങളെ കൊണ്ട് എത്തിയതായ മുസീബത്തിൽ നല്ല ആൾക്കാരും പെട്ടുപോകണ്ടും. അയെങ്കിൽ നാളെ മഹ്ശറയിൽ അങ്ങനെ നെയ്യത്ത് പോലായിട്ടേക്ക് ഒരുമിച്ച് കൂട്ടപ്പെട്ടത്. നല്ല നെയ്യത്തിൽ ഇന്നങ്ങളെ നല്ല വിഭാഗത്തിലെ അങ്ങനെ ആക്കപ്പെടും. ദുഷിച്ച ചിന്താഗതികൾ ഇന്നങ്ങളെ അങ്ങനെ ബേരമേ ആക്കിയിട്ട് അവിടെ വിളിച്ചു പറയും, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. വേറെ വേറെ ആക്കണമെങ്കിൽ അവിടെ വോളണ്ടിയർ ഒന്നും വേണ്ട. അള്ളാഹുവിൻ്റെ ആ ഒരു ഓർഡർ ബന്ധം കഴിത്ത് അള്ളാഹിന്റെ ഭാഗത്തിൽ നിന്നൊരു വിളി പണ്ട്, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. അങ്ങനെ യാസീൻ സൂറത്ത് ഓതിക്കൊണ്ടുള്ളങ്ങല്ലേ? യാസീൻ സൂറത്തിലുള്ളവർ ആയത്തായിട്ട് കിടത്. യാസീൻ സൂറത്ത് എപ്പോൾ ഓതിക്കൊണ്ട് വേണം? മരിക്കൊണ്ട് കിടന്നാലാമെന്നുള്ള യാസീൻ ഓതം ചൊല്ലി എന്ത് ചെയ്യുന്നെങ്കിൽ അതിൽ ആഖിറത്തെ സംബന്ധിച്ചിട്ട് കുറെ വിഷയമെല്ലാം ഉണ്ട്. അള്ളാഹിനെ പേടിച്ചിട്ട് തൗബ ചെയ്ത് മടങ്ങിയിട്ട് മരിക്കണ ഒരു സഹായമാവും. അത് കാരണമായിട്ട് യാസീൻ സൂറത്ത് ഓതൽ സുന്നത്തായിട്ട് പരിപാടിയാണ്. മരിക്കൊണ്ട് കിടന്ന രോഗിയുടെ ഒന്നും മരിച്ചൽ പിന്നെയും യാസീൻ സൂറത്ത് ഓതൽ പ്രത്യേകം സുന്നത്തുണ്ട്. അല്ലാത്ത സമയത്തും യാസീൻ സൂറത്ത് എപ്പോഴും ഓതിക്കൊണ്ടിരിക്കുന്നത് അത് വലിയ മനസ്സിന് സമാധാനം കിട്ടണകും ആഖിറത്തെ ഓർമ്മിക്കണകും ഒരു സഹായമായിട്ടിരിക്കണം. ഖുർആന്റെ ഹൃദയമായിട്ട് ഖൽബുൽ ഖുർആൻ യാസീൻ. അപ്പോൾ യാസീൻ സൂറത്ത് ഓതൊരു ആൾക്കാർ യാറെ ഉണ്ടെങ്കിലും അത് യാസീൻ സൂറത്ത് അവിടെ അല്ല വേറെ എന്തെങ്കിലും അവിടെയാണ് സംശയിച്ചു പോകണം. വേഗം ഓതി തീരണം. വലിയ ഒരു ദുരന്തം ചെന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു മരിച്ചോത്ത് ഞങ്ങൾ പോയെങ്കിൽ, അല്ലെങ്കിൽ ഒരു ദഅവത്ത് പോയെങ്കിൽ യാസീൻ സൂറത്ത് ഓത തങ്ങ് തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് നല്ല നീയത്തിൽ ശരിയായ അക്ഷരശുദ്ധിയോടുകൂടെ തജ്വീദിൻ്റെ നിയമം ശരിയായിട്ട് പാലിച്ചുകൊണ്ട് ഓതോണ്ട് നീയത്തിക്കിട്. ആ നീയത്തിലായിട്ടിക്കിട്ട് ഞങ്ങൾ ഓത തുടങ്ങടേ. അങ്ങനെ അവിടെ കുറെ മനുഷ്യന്മാർ യാസീൻ ഇങ്ങനെ പറപറാട് ഓതി അഭ്യാസമായ കിടത്. അങ്ങനെ ജോറ് ഓതിട്ട് ശരിയായിട്ട് ഓത്ത് നിങ്ങൾ യാസീൻ ഓതാത്ത പോലെ ആക്കി വിട്ടോറും. അങ്ങക്ക് ആ യാസീൻ നല്ല ചന്തത്തിൽ ഓതരെ നിയമം പാലിച്ചു കൊണ്ട് ഓതര ആൾക്കാരെന്നുള്ള സബൂറെടുത്തിട്ട് മെല്ലെ ഓതിയിട്ട് ഈ നല്ല ചന്തത്തിൽ ഓതരങ്ങൾ യാസീൻ്റെ ഓത്ത് നഷ്ടപ്പെടുത്താണ്ടിരിക്കുന്നതല്ലേ ഹൈർ. അവിടെ വലിയ ശബ്ദം എടുത്തിട്ട് ഓതുമ്പോൾ ഈ ശരിക്കും ഓതണക്കുള്ള ഓത്തും ഇല്ലാണ്ടായി. അപ്പോൾ ഈ കേട്ട് അങ്ങനത്തെ പരിശുദ്ധമായ ഖുർആന്റെ പ്രധാനപ്പെട്ട ഒരു സൂറത്ത് എഴുതിയിട്ട് യാസീൻ. അത് മരിച്ചങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമോ മരിക്കും കിടന്നവൻ്റെ മുന്നിൽ മാത്രം ഓതണക്കുള്ള ഒരു സൂറത്തല്ല. എപ്പോഴും ഓതൽ വലിയ നെമ്മതിയും മനസ്സിന് സമാധാനം കിട്ടണക്കുള്ള ഈ പ്രഭാത സമയത്തും മോദിക്കും എല്ലാം ഓതിട്ട് കിടക്കണത് നല്ലൊരു റാഹത്ത് കിട്ടണക്കുള്ള കാരണമായിട്ടിരിക്കണത്. അങ്ങനത്തെ യാസീൻ സൂറത്തിലുള്ള ഒരു ആയത്തായിട്ട് വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ. കുറ്റവാളികളെ, ദുർജനങ്ങളെ, ദുനിയാവിൽ അള്ളാഹുവാകും എൻ്റെ ആജ്ഞ അനുസരിക്കാണ്ട് എല്ലാ തമ്മാടിത്തരവും എല്ലാ വേണ്ടാത്തരവും
നാം നിഷിദ്ധമാകിയ കുറെ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് തമാടിത്തരം ചെയ്ത കുറ്റവാളികളെ, ദുർജനങ്ങളെ, നിങ്ങൾ നിന്റെ സ്വാലിഹീങ്ങളായ നല്ലവരായ അടിമകളെ തൊട്ട് ബേരായിട്ട് നിന്റെ ഉള്ളറുവും ബേരായിട്ട് നിൽക്കുറവും അങ്ങനെ ഒട്ടിക്ക് നിൽക്കേണ്ട നിങ്ങൾ. ഇന്നവർ ഒരു വിളി വന്നപ്പോ, അള്ളാന്റെ ഭാഗത്തൊരു ആജ്ഞ പുറപ്പെട്ടപ്പോ, അതാ എല്ലാം ദുർജനങ്ങളും ബേരായിട്ട് നിന്റെ ടൈപ്പ് ചെയ്തു. നല്ല കല കൂട്ടത്തിൽ അങ്ങ് നിൽക്കണം ധൈര്യമില്ല. ഒരാളും ഇടയ്ക്കൊന്ന് ഒണിച്ചു നിൽക്കണം സാധ്യമേ അല്ല. ആ നിലക്ക് ഫരീഖും ഫിൽ ജന്ന ഫരീഖും ഫിസ് സഈർ, ഒരു വിഭാഗം സ്വർഗത്തിലേക്കും മറ്റൊരു വിഭാഗം നരകത്തിലേക്കും വേറെ വേറായിട്ട് അയത്താട്. ദുനിയാവിൽ നിന്ന് ഒരാളെ ഒരു വിഭാഗത്തെ വേറെ വേറെ ആക്കണമെങ്കിൽ കുറെ കഷ്ടപ്പെടണം. അതൊക്കെ വേണ്ടി വാലണ്ടീഴ്സ് കുറെ അധ്വാനിക്കണം. അങ്ങനെ എന്ത് വേണ്ട, കാലി ഒരു പിടി അള്ളാന്റെ ഭാഗത്തെ ബന്ധങ്ങൈത്ത്. മുജ്രിമൂൻ, കുറ്റവാളികളെ, ദുർജനങ്ങളെ, വേറെ വേറെ ആയിട്ട് നിന്റെ ഉള്ളറുണ്ട്. അപ്പോ അള്ളാഹുവിന്റെ ഭാഗത്തിൽ വേണ്ട ശിക്ഷ വരുമ്പോ ചൊന്നു വന്നത് അവിടെ, ആ ശിക്ഷ വരുമ്പോ നല്ലങ്ങളെയും അത് മുൾങ്ങും, നല്ലങ്ങൾക്കും അത് സംഭവിക്കും. പക്ഷെ നല്ലങ്ങൾ ശരിയായ ഈമാനുള്ള മുഅ്മിനീങ്ങൾ, തഖ്വയുള്ള മുഅ്മിനീങ്ങളായിട്ടെന്നെങ്കിൽ ഈ ദുനിയാവിൽ എന്ത് ദുരന്തം സംഭവിച്ചെങ്കിലും, ആക്സിഡന്റിൽ മരിച്ചെങ്കിലും, അപകടത്തിൽ മരിച്ചെങ്കിലും, അല്ല എന്തെങ്കിലും ഗലാട ഗുൽമാലായിട്ട് ആരെങ്കിലും കൊന്നെങ്കിലും ആ മനുഷ്യക്ക് നഷ്ടമില്ല. ആഖിറത്തിൽ ആ മനുഷ്യരെ നിയ്യത്ത് ദുനിയാവിൽ എങ്ങനായിട്ട് എന്ത് നല്ല നിയ്യത്തോടുകൂടെ പ്രവർത്തിച്ച, നല്ല നിയ്യത്തോടുകൂടെ ജീവിച്ച മനുഷ്യരായിട്ടെന്നെങ്കിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. നല്ല കല കൂട്ടത്തിൽ അസ്ഹാബുൽ യമീനി മാ അസ്ഹാബുൽ യമീൻ വഅസ്ഹാബു ശിമാലി മാ അസ്ഹാബു ശിമാൽ. സൂറത്തുൽ വാഖിയ. സൂറത്തുൽ വാഖിയ എപ്പോഴും എല്ലാ രാത്രി ജാവലും ഓതി കിടക്കേണ്ട ഒരു സൂറത്ത് എഴുതിക്കിട് സൂറത്തുൽ വാഖിയ. അതുപോലെ സൂറത്തുൽ മുൽക്ക്. ഇതെല്ലാം ഞങ്ങൾ അഭ്യാസമാക്കണോ, ഞങ്ങളെ മക്കൾക്കും അത് കണ്ടങ്ങ് പഠിക്കുന്നത് പോലെ ആക്കണം. ദുനിയാവിൽ ദാരിദ്ര്യം ഉണ്ടാവാല, കട കൊണ്ട് വരഞ്ഞിട്ട് കഷ്ടപ്പെട്ടിട്ട് എന്തെല്ലാം നഷ്ടത്തിലാവണം ആവേണ്ടി വരില്ല. പരിശുദ്ധമായ ഖുർആന്റെ സൂറത്തുൽ വാഖിയ എന്ന സൂറത്തിലെ ബർക്കത്ത് കൊണ്ടിട്ട് ജീവിതത്തിൽ ഒരു നെമ്മതിയും ബറക്കത്തും സന്തോഷവും റാഹത്തും ഉണ്ടാകും. കടമുള്ള ഒരു ജീവിതം ഇല്ലാണ്ടാവും. ഇന്നത്തെ ഞങ്ങളെ ആൾക്കാരിൽ ജാസ്തി ആളും കടത്തിൽ മുങ്ങിയിട്ടുള്ള ഐഡിക്കുള്ളത്. അത് ജീവിക്കണമെങ്കിൽ പഠിക്കാത്ത കൊണ്ടായിട്ടിക്കണം. ജീവിക്കണമെങ്കിൽ ഏറ്റവും നല്ല ഒരു ഖനാഅത്തായിട്ടിക്കണം. വഖ്നാഅ ബി തർക്കിൽ മുസ്തഹാ വൽ ഫാഖിരി എന്നിട്ട് അദ്കി എന്ന കിതാബിൽ ചെന്നിട്ടുണ്ട്. ഹദീസിലും അതിലെ വിശദമായ വിവരം ഖനാഅത്ത് ഹദീസിലുണ്ട്. ഖനാഅത്ത് ചെന്നെങ്കിൽ കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെടൽ. ഒരു ദുനിയാവിടെ ജീവനത്തിൽ ആഡംബര ജീവിതമേ പഠിച്ചെങ്കിൽ, ചെറിയ മക്കൾക്ക് ആഡംബര ജീവനമേ ഞങ്ങൾ പഠിപ്പാട്ടെങ്കിൽ ആ മക്കൾക്ക് പിന്നെ ചെറിയ ജീവനച്ചുള്ളത് അങ്ങ് സഹിച്ചു പോകണം സാധ്യമാവല്ല. ചെറിയ മക്കളും എത്രമായി ഇക്കട്ട് ഇന്നെങ്കിലും അത് നല്ല തെറുക്ക് ചെലവാക്കിയിട്ട് ജീവനശൈലി സരളമാക്കാൻ വേണ്ടി നോക്കണം. ജീവനശൈലി സരളമാക്കിയിട്ട് പഠിച്ചെങ്കിൽ ആണും പെണ്ണും അങ്ങനെ മക്കളും അതുപോലെ പഠിച്ചെങ്കിൽ ദുനിയാവിൽ വേണ്ട എല്ലാ ആപത്ത് ബല മുസീബ സന്ദർഭത്തിൽ സമാധാനത്തിൽ ജീവിക്കണം സാധ്യമാവും. ഒരു സമയത്ത് സ്വറക്കാരില്ലാണ്ട് കഷ്ടപ്പെട്ട സമയത്ത് സരള ജീവനെ പഠിച്ചെങ്കിൽ ബേജാറൊന്നുമില്ല, ചെറിയ ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ടാവണത്. എല്ലാ സമയത്തും നല്ല ടേസ്റ്റുള്ള രുചികരമായ ഭക്ഷണമേ ആഹാരമേ തിണ്ട് ജീവിച്ചങ്ങൾ, രുചികരമായ പാനീയമേ കൂടി ജീവിച്ചങ്ങൾ അങ്ങനെ മക്കൾ അതേ നിലയ്ക്ക് വളർത്തി തിന്നെങ്കിൽ അത് പിന്നെ എന്നും കഷ്ടം വരുമ്പോൾ ഇല്ലാണ്ടായ സമയത്ത് സഹിച്ചു നിൽക്കണമാവില്ല. അപ്പോൾ പിന്നെ കട കുറേ ആക്കേണ്ടി വേണ്ട. കടായി പോയെങ്കിൽ അതിലെത്ര വലിയൊരു ടെൻഷൻ സമാധാനം ഇല്ലാത്ത ജീവനെ വേറെ ഇല്ല. കടയില്ലാണ്ട് ജീവിക്കണമെങ്കിൽ ഒരാൾക്ക് സാധിച്ചെത്തിട്ടാ അത് വലിയൊരു സന്തോഷത്തെ ഒരു ജീവിതമാണ്. വേണമെങ്കിൽ കുറഞ്ഞത് കൊണ്ട് തൃപ്തിപ്പെട്ട ഒരു സ്വഭാവം പഠിക്കണം.
കട ചൊല്ലത് വലിയ സംഗതിയായിട്ട് ഇണ്ട് മയ്യത്തിൽ വെച്ചിട്ട് ചൊല്ല് ഈ മയ്യത്തിൽ നിന്നെല്ലാം പൊരുത്തപ്പെടും കടന്തു നിങ്ങളെ ഇടപാടെന്തെങ്കിൽ ഏലങ്ങാമൊത്തങ്ങൾ കേൾക്കോറുണ്ട് പാവ ഇങ്ങ ഇല്ലെങ്കിൽ കഷ്ടത്തിലുള്ള അതിനിടയ്ക്ക് ഈ മയ്യത്തെ കട വിട്ടു അങ്ങ് ഭർത്താമ്പത്തു അങ്ങനെ ഏൽപ്പിച്ചു വിട്ടെങ്കിൽ ഇങ്ങനെ എന്തിനാക്കണം ഇങ്ങളെ വെഞ്ഞായ മക്കളെ വളർത്തുകയെ കഷ്ടത്തിലുള്ളത് ഓണാക്കി വെച്ച ലക്ഷക്കണക്കിൽ കോടിക്കണക്കിലുള്ളതായ കടത്തെ ഈ ഏലങ്ങാമൊത്തങ്ങ വീണ്ടും സാധ്യമുണ്ടാവും அதுக்கு വേണ്ടപ്പ ജീവിക്കുമ്പോഴത്തേക്ക് കടലിലാണ് ജീവിക്കണമെന്ന് പഠിക്കണോ അതൊക്കെ പ്രത്യേകിച്ച് പെണ്ണ് ആ അത് കടലിലാണ് ജീവനെ സാധിക്കാൻ വേണ്ടിയിട്ട് ആണുങ്ങളെ സഹായിക്കണം അതെങ്ങനെ സഹായിക്കണമെന്നെങ്കിൽ എല്ലാ നല്ല നല്ല ഡ്രസ്സെ കൊണ്ട് പറഞ്ഞു പ്രേരിപ്പിക്കണമല്ല നല്ല നല്ല വിലയുള്ള ചെറുപ്പ് കൊണ്ട് പറഞ്ഞു പ്രേരിപ്പിക്കണമല്ല ഔത്തിൽ സാധാരണ എല്ലാ സൗകര്യങ്ങളുണ്ട് അത് മയ്യാല അവിടെ ഒരു സ്റ്റോർ റൂം വേണം നല്ല ടോയ്ലറ്റ് വേറെ വിശാലമാക്കിയിട്ട് അതിലേക്ക് ടൈൽസ് തല്ലിട്ട് നല്ല സുന്ദരമാക്കണോ അങ്ങനെ ആക്കണോ ഇങ്ങനെ ചൊല്ലുമ്പോൾ ഓൻ്റെ കയ്യിൽ പൈസ ഇല്ല ആയെങ്കിലോ ഓളെ ഒത്തടത്തേക്ക് വേണ്ടിയിട്ട് ഓളെപ്പോലും ഇതിനെ പാടി നടക്കുന്നത് കൊണ്ടിട്ട് ഓടെങ്കിലും കട ആക്കിയിട്ട് ലോണാക്കിയിട്ടായിട്ട് അവസമാക്കണം ലോണാക്കിയിട്ട് അവസമാക്കിയിട്ടാകുമ്പോൾ ഈ അവത്ര പിന്നെ വിത്തെങ്കിലും ആ ലോൻ്റെ വട്ടി തീർക്കണം സാധ്യമാവാണ്ടായി പോകണം അപ്പോൾ ഉള്ളാവും ഇല്ലാണ്ടാക്കണമെന്നല്ലമ്മ ഉള്ളത് ബാക്കിയാക്കിയിട്ട് ജീവിക്കണതാ നല്ലത് എന്ന് നല്ലത് ഞങ്ങൾ കുറേ വർഷത്തെ മുതൽ പുത്തൂരിലൊരു ആചാരം നല്ല ഒരു സ്വഭാവം നല്ല ദീനുള്ള ആൾ അയാൾ ചെന്നുകൊണ്ടെത്തി ഉസ്താദെ ഞങ്ങളെ കുറേ മനുഷ്യന്മാരുള്ളവർ അങ്ങ് ഒരു അവ കെട്ടിയിട്ട് ദുനിയാവിടി കടാക്കി വെക്കിടറും അവിടെ നിർമ്മാണം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ നോക്കുമ്പോഴത്തേക്ക് അവ വിത്തിട്ടും ആ കട വീടില്ല അവത്തേക്ക് വേണ്ടി ചുറ്റുഭാഗത്തിൽ ജാഗയും അതുകൂടി ഒട്ടിക്ക് വിത്തെങ്കിലും ആ കട വീടില്ല ലാസ്റ്റിക്ക് ഈ ഇതൊക്കെ പ്രേരണ കൊടുത്തത് പെണ്ണല്ലേ അവൾക്ക് കീഴ് നോക്കണതാവില്ല നോക്കണല്ല മേലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഴിപാട്ടിയത് ലാ തൻദുറു ഇലാ മൻ ഫൗഖക്കും വൻദുറു ഇലാ മൻ തഹതക്കും ഇടിക്കണം നിങ്ങൾ ആരും നിങ്ങളെക്കാൾ മേലെയുള്ള നല്ല സൗകര്യമുള്ള ജീവന നടത്തുന്നങ്ങളെ നിങ്ങൾ നോക്കണ്ട നിങ്ങളവത്തെക്കാളും ചന്തമുള്ള അവത്തിൽ താമസിക്കുന്നങ്ങളെങ്കിൽ നോക്കണ്ട നിങ്ങളെ വാഹനത്തെക്കാളും നല്ല ഉഷാറുള്ള കാറും വേറെ വാഹനങ്ങളുള്ളങ്ങളെ നിങ്ങൾ നോക്കണ്ട പിന്നെ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളെക്കാൾ കീഴുള്ളങ്ങളെ ഇടിക്കണം നിങ്ങൾക്കൊരു ഗുഡിസ് അവെങ്കിലും ചെറിയ മട്ടത്തിലെങ്കിലും ഉണ്ടല്ലേ അതേ അവസരത്തിൽ അവക്കളയില്ലാണ്ട് മരത്തേടിൽ കിടക്കണമെങ്കിൽ എത്ര ആളുള്ളൂ റോഡ് സൈഡിലും അങ്ങനെ പല പുരക്കർക്കിലും ചില ടെണ്ടെല്ലാം കെട്ടിയിട്ട് താമസിക്കുന്ന എത്ര ആളുള്ളൂ നിങ്ങൾക്ക് ഒരു പനിയോ അല്ല ഒരു തലകുത്ത് മാത്രമല്ലേ ക്യാൻസറും കിഡ്നി വൈഫല്യം കൊണ്ടിട്ട് ആടുകണക്കിൽ ആശുപത്രിയിലേക്ക് കിടന്നിട്ടുള്ള എത്ര ആളുള്ളൂ ഇതെന്താ നിങ്ങൾ നോക്കില്ല അതുകൊണ്ട് നിങ്ങൾ നോക്കേണ്ടത് വലിയ നിങ്ങളെക്കാളും ഉഷാറുള്ളങ്ങളെ നല്ല ജീവിതം നയിക്കുന്നങ്ങളെല്ലാം നിങ്ങൾ നോക്കേണ്ടത് ഒന്നുറുയിലാവൻ തയത്തക്കും നിങ്ങളെ കീഴിലുള്ളങ്ങളെ നിങ്ങൾ നോക്കാൻ പഠിക്കണം അപ്പം നിങ്ങൾക്ക് അല്ലാഹു തആല തന്നത് വലുതായിട്ട് കാണും അൽഹംദുലില്ലാ നക്ക് കാറില്ലെങ്കിലും ഒരു സ്കൂട്ടിയെങ്കിലും ഉണ്ടല്ലേ അൽഹംദുലില്ലാ അങ്ങക്ക് നിന്റെ സഹോദരക്ക് അതും ഇല്ലല്ലോ ഇനി അത് വേണ്ട ഒരു സൈക്കിളെങ്കിലും ഉണ്ടല്ലേ വേണ്ട അതും ഇല്ലെങ്കിൽ നക്ക് നടക്കണമുള്ള കാലെങ്കിലും ആഫിയത്തുണ്ടല്ലേ ആരോഗ്യമുണ്ടല്ലേ നടന്നിട്ടെങ്കിലും പോവല്ലേ എന്ന് വിചാരിക്കണം നടക്കണക്ക് സാധ്യമാവാണ്ട് ഒരു ഹെജ്ജ പോലും വെക്കോ സാധ്യമാവാണ്ട് ഇത്ര ആൾക്കാരെ കഷ്ടപ്പെട്ടുള്ളവരും അങ്ങനെ നിങ്ങൾ നോക്കില്ല എന്തേ അപ്പം ഇതെല്ലാം പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കി വെക്കേണ്ട ഒരു വിഷയമായിട്ടിരിക്കണം ആണുങ്ങളെ കടത്തിൽ ഇടീറായ കടാവണകവും കാരണമാക്കി തീർക്കുന്നത് പെണ്ണായിട്ടിരിക്കണം എല്ലാ പെണ്ണുങ്ങളുടെ അല്ല ചില അങ്ങനെ കാരണത്തിലെ കട അവിടെ ഉണ്ട് ആണുങ്ങളെ കാരണത്തിൽ പെണ്ണുങ്ങൾ കടാക്കണ്ടാണ് ചെന്നെങ്കിലും നക്കുള്ളത് മയവുകൊണ്ട് ചെന്നെങ്കിലും അവന് വേറെ ദുഷിച്ച സ്വഭാവത്തിൽ ഉള്ളവനായതുകൊണ്ട് എല്ലാം ഒത്തുകൊണ്ടിട്ടേ കടാക്കടല്ല ഏതോ പെണ്ണുകും എന്തെല്ലാം വേണ്ടാത്ത കുടിക്കണകും വേണ്ടാത്തതെല്ലാം തിന്നണകും വേണ്ടാത്ത കളി കളിക്കണവുമായിട്ട് കടാക്കി വെച്ചതായിട്ടിടും എല്ലാം പെണ്ണുങ്ങളെ കാരണം കൊണ്ട് കട അവിടെ ചൊല്ലണമെങ്കില്ല
ആയെങ്കിലും നല്ല സ്വഭാവമുള്ള പെണ്ണുങ്ങൾ ചെന്നെങ്കിൽ മാപ്പിളമാരെ അവർക്ക് ആവതില്ലാത്തത് പ്രേരിപ്പിക്കിടങ്ങല്ല, ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കണക്ക് പഠിച്ചതായ പെണ്ണായിട്ട് നല്ല പെണ്ണെന്ന് ചൊല്ലും. സാലിഹായ പെണ്ണ് ചെന്നെങ്കിൽ അള്ളാഹുവിനെ പൂർണ്ണമായിട്ട് അനുസരിച്ച് അള്ളാഹിൻ്റെ ആജ്ഞകളെ അനുസരിച്ച് ജീവിക്കലോടുകൂടെ മാപ്പിളക്ക് ഒരു നെമ്മതി കൊടുക്കൂടെ, മനസ്സിന് സമാധാനം കൊടുക്കടെ. അപ്പൊ സബർ എടുക്കു വേണ്ടി പ്രേരിപ്പിക്കുന്നതായ പെണ്ണായിട്ട് സ്വാലിഹത്തായ പെണ്ണും. അപ്പോ ഞങ്ങളെ ആൾക്കാർ, ഞങ്ങളെ മനുഷ്യന്മാർ ഇപ്പോൾ കടത്തിലായിട്ട് ഇടീ ദുനിയാവിടെ കടാക്കിയിട്ടാകുമ്പോൾ പിന്നെ മരിച്ചെങ്കിൽ ആ കിട്ടണ കൂടെ എല്ലാ നന്മകളും അള്ളാഹിന്റെ ഭാഗത്തിൽ കിട്ടുന്നതായ നല്ല നല്ല പ്രതിഫലമെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നത് കാരണമായി പോകുന്നു. ദൈന് ചൊല്ലത് കട, അത് മുഅല്ലഖത്തുൻ ബിദൈനി അൽ മയ്യിത്തു മുഅല്ലഖത്തുൻ ബിദൈനി എന്ന വിശ്വാസത്തിലെ പരിപാടിയിട്ടുണ്ട്. മയ്യിത്തുക്ക് കിട്ടതായ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നല്ല നല്ല അനുഗ്രഹങ്ങൾ കിട്ടത് ഈ കടം കാരണമായിട്ട് തടസ്സമാക്കപ്പെട്ടു പോകേണ്ടതുകൊണ്ട് വിശ്വാസത്തിലെ പരിപാടിയാണ്. നിസ്കരിച്ചിട്ടുണ്ടാവും, നോമ്പുണ്ടാവും, ഹജ്ജ് ഉംറ ഇതെല്ലാം ഉണ്ടാവും. അത് കാരണമായിട്ട് മരിച്ചാൽ പിന്നെ ധാരാളം അനുഗ്രഹങ്ങൾ കിട്ടും. പക്ഷെ കട ഉള്ളത് കൊണ്ട് അതെല്ലാം തടസ്സമാക്കപ്പെടും, തടയപ്പെടും സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു. അപ്പം അതുകൊണ്ടിട്ട് അങ്ങനത്തെ ഒരു ദുരവസ്ഥയിൽ ഞങ്ങൾ മരിക്കുന്ന ഞങ്ങളെ മൗത്തായി പോകുക തീരാ ചൊല്ല ഒരു നല്ല സതുദ്ദേശത്തിൽ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾ നടത്തണം. യാറത്തത് ഞങ്ങൾ സാധ്യമാവാത്തത് എന്തും കൈയ്യിൽ തീരാം. സാധ്യമാവുന്നത് മാത്രം തുടങ്ങണം. സാധ്യമാകാതെ ഒരു സ്വരകാര്യമായെങ്കിലും ശരി, ഒരു അവനിർമ്മാണമായെങ്കിലും ശരി, വേറെ എന്തെങ്കിലും പ്രവൃത്തിയായെങ്കിലും ശരി, ഞങ്ങൾക്ക് എത്ര തീരും അത്ര കാലം ചെയ്യണം. ഹെജ്ജ വെക്കണം, തീരത്രമേ ഹെജ്ജ വെക്കണം. തീരാത്ത വലിയ വലിയ ലോങ്ങിൽ ഹെജ്ജ വെച്ചിട്ടാകുമ്പത്തു മറിഞ്ഞിട്ട് വീണിട്ട് അപകടം സംഭവിക്കണമായിട്ട് കാരണം അതുപോലെ ജീവനശൈലിയും അതുപോലെ ഇടിക്കിടും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ ഏൽപ്പിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഞങ്ങളെ അർവാഹ് ആത്മാവ് എല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് ഞങ്ങളെ ആത്മാവിടെ വയസ്സ് എല്ലാവരും ഒരേപോലെ, ഞങ്ങളെ ബോഡി ശരീരത്തിന് വയസ്സ് മാത്രമായിട്ട് വ്യത്യാസം. ആലമുൽ അർവാഹ് എന്ന് ചൊല്ലും. ആദം നബി അലൈഹി സ്വലാമിന്റെ മുതുവിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും അർവാഹുകൾ അല്ലാഹു തആല പുറപ്പെടുവിച്ചിട്ട് ചെറിയ അണുക്കളെ പോലെയായിട്ട് റാശി പൂണ്ടു. ആ അണുക്കളിൽ, ആ റൂഹിൽ അല്ലാഹു തആല പല കാര്യങ്ങൾ കേട്ടിട്ടും സമ്മതിപ്പിച്ചതുണ്ട്. അലസ്തു ബി റബ്ബിക്കും ഖാലൂ ബലാ, ഞാൻ നിങ്ങൾ റബ്ബല്ലയോട് അല്ലാഹു തആല ഉണ്ട് കേട്ട. ഞങ്ങൾ അത് കേട്ടത് നനപ്പിക്കണു ഞങ്ങൾ തടിയിലായിട്ടൊന്നുമില്ല, ഞങ്ങൾ റൂഹിൽ മാത്രമല്ല. അല്ലാഹു തആല കേട്ടിട്ട് ആ സമയത്ത് ഞങ്ങളെല്ലാവരും സമ്മതിച്ചതായിട്ട് ബലാ അന്ത റബ്ബുന, അതേ നീ ഞങ്ങളെ റബ്ബായിട്ടിക്കിട സമ്മതിച്ചാൽ പിന്നെ റബ്ബുടെ ആജ്ഞ അനുസരിച്ച് ജീവിക്കൽ ഞങ്ങളെ മേൽ കർത്തവ്യമായിട്ടിക്കണം. അല്ലാഹു തആല നിഷിദ്ധമാക്കിയത് സമ്പൂർണമായിട്ട് വെടിഞ്ഞിട്ട് ദൂരത്തായിട്ട് അല്ലാഹു തആല ആജ്ഞാപിച്ചത് എടുക്കണമെന്നുള്ള ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടേ വേണം. കാരണം ഞങ്ങൾ പണ്ട് ആലമുൽ അർവാഹിൽ എല്ലാവരും സമ്മതിച്ചതായിട്ടിക്കട് അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങൾ റബ്ബല്ലയോട് കേട്ടപ്പോ ഖാലു അന്ത റബ്ബുനാ, റബ്ബുൻ ഞങ്ങൾ സമ്മതിച്ചതാണ്. അതുപോലെ അള്ളാഹുവിൻ്റെ ആജ്ഞകൾ അമാനത്ത് എന്ന് ചൊല്ലും. ഇന്നാ അറദ്നൽ അമാനത അല സമാവാതി വൽ അർളി ഫഅബൈന അൻ യഹ്മിൽനഹാ വഅശ്ഫഖന മിൻഹാ വഹമലഹൽ ഇൻസാൻ ഇന്നഹു കാന ളലൂമൻ ജഹൂലാ ഖാല അല്ലാഹു അസ്സ വജൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പണ്ടുള്ളവർ വാദ ശൈലിയുടെ ആയത്ത് പോതെങ്കിൽ ഖാല അല്ലാഹു അസ്സ വജൽ ചൊല്ലത്. അത് രണ്ട് കോണായിട്ടിക്കണതിലുള്ളത്. ഒന്ന് അല്ലാഹു തആലയുടെ പേര് കേൾക്കുന്നതിന് സന്തോഷം. ആ പേര് കേട്ടപ്പോൾ ജലാലു ചെന്നിട്ടാകുമ്പോൾ അള്ളാഹിനെ പരിശുദ്ധമാക്കുന്ന ഒരു ദിക്ർ ചെന്ന പ്രതിഫലം കിട്ടും.
ജല്ല ജലാലു ചൊല്ലുമ്പോൾ അള്ളാഹിൻ്റെ പേര് കേൾക്കുമ്പോൾ ചൊല്ലുമ്പോൾ ഒരു ദിക്റായിട്ട് കിട്ടും. അള്ളാഹു പരിശുദ്ധമായവനാണ്, അള്ളാഹു മഹാനാണ്, എല്ലാ ന്യൂനതകളും കുറത്തകളും ഇല്ലാത്തവനാണ്. ചില അർത്ഥപണ്ട് ഒരു ദിക്ർ ചൊല്ലുമ്പോൾ അള്ളാഹ്ക്കത് ഏറെ ഇഷ്ടമാവിടും. വയല് ചൊല്ല ഉസ്താദ് ഒരു ഇടയ്ക്കൊരു ഇടവേള കിട്ടിയിട്ട് ഒരു റാഹത്തുമാവും. പക്ഷെ ഇപ്പം ആ ശൈലിയല്ല, അതല്ല കാത് കൊടുക്കണവും കേൾക്കണവും ആൾക്കാരില്ലാത്ത കൊണ്ടിട്ട് ചെന്നോണ്ടേ പോകണ്ടേ, പിന്നെ വേറെ തെറിയില്ല. അത്ര സമയം കൂടി ഉൽത്തായിട്ട് കിട്ടണമല്ലേ മനുഷ്യന്മാർക്ക്. ഈ കേട്ട് ഈ ആയത്തിൽ എന്താ ഇപ്പൊ ചൊന്നത്? ഇന്ന അറളനൽ അമാനത്ത, ഞങ്ങ വെളിവാക്കിയ അമാനത്ത്, ഞങ്ങളെ ആജ്ഞകൾ, കൽപ്പനകൾ, തക്കാലീഫുകൾ, ആകാശഭൂമിക്ക് ഞങ്ങൾ എടുത്തു കാട്ടിയ എന്താ ഓരോ വക്തിലും നിസ്കാരം നിങ്ങൾക്ക് നിർവഹിക്കാൻ സാധ്യമാവോ? നോമ്പ് താൻ ചെന്ന സമയത്ത് റമദാനിലാവണുണ്ടില്ല, റമദാനിലോ അല്ലാത്ത സമയത്തോ ഞാൻ കൽപ്പിച്ച ആജ്ഞാപിച്ച സമയത്ത് നോമ്പ്, അതുപോലെ ബാക്കിയുള്ള നിന്റെ കൽപ്പനകളെ അനുസരിക്കുമെന്ന് നിങ്ങൾക്ക് സാധ്യമാവോണ്ട് കേട്ടപ്പോ അത് പേടിച്ച് വിറച്ചിട്ട് ഞങ്ങൾക്കത് സാധ്യമാവാതെ പഠിച്ചോരേണ്ടത് തിരസ്കരിച്ച് ടൈം ടു ടൈമിലായിട്ട് എല്ലാ കാര്യം നിർവഹിച്ചു പോകണം. ഞങ്ങളെ കൊണ്ട് സാധ്യമാവുകൊണ്ട് ചൊല്ലണം ഞങ്ങൾക്ക് ആവില്ല, ഞങ്ങൾക്ക് പേടിയാവൂ. ആയെങ്കിലും അങ്ങനെ തിരസ്കരിച്ചിട്ട് ഇന്നെങ്കിലും പേടിച്ചിട്ട് തിരസ്കരിച്ചത് അഹങ്കാരത്തിലല്ല, ഉദാസീനത്തിലല്ല, പിന്നെ പേടിച്ചിട്ടായിരിക്കും. അങ്ങനെ പേടിച്ചിട്ട് തിരസ്കരിച്ചിട്ട് ഇന്നെങ്കിലും ടൈം ടു ടൈമിലായിട്ട് എല്ലാം അതാത് സമയത്ത് എല്ലാം നിർവഹണമായോണ്ടുണ്ട്. ആകാശഭൂമിയിലുള്ള സൂര്യനും ചന്ദ്രനും നക്ഷത്രത്തിലും ബാക്കി വസ്തുക്കളിലുമെല്ലാം അള്ളാഹുവിൻ്റെ ആജ്ഞപ്രകാരം നടന്നുകൊണ്ടുണ്ട്. അയങ്ങത് നിർബന്ധമായിട്ട് ഏറ്റെടുത്തിട്ടില്ല. ആയെങ്കിൽ അതിന് മനുഷ്യവർഗത്ത് അള്ളാഹുത്തായ വെളിവാക്കിയ നക്ക് കുറെ നിയമങ്ങൾ പാസ്സാക്കണ കൊണ്ടു ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കും നിങ്ങൾക്ക് സാധ്യമാവോണ്ട് കേട്ടപ്പോ വഹമലഹൽ ഇൻസാൻ, മനുഷ്യനതിരെ വഹിച്ചുകൊണ്ടാണ്. ഓ ഞങ്ങൾക്ക് സാധ്യമാവും, റെഡി, ഞങ്ങൾ നിസ്കരിക്കാം, ഞങ്ങൾ നോമ്പ് പിടിച്ചോളും, ഞങ്ങ കട്ട് തിന്നല, കളവ് ചൊല്ലല, പഠിച്ച വ്യവഹാരം ഞങ്ങൾ നടത്തല, അന്യ പെണ്ണുമായിട്ട് സമ്പർക്കം ഉണ്ടാക്കല, അന്യ ആണുമായിട്ട് ഞങ്ങൾ സമ്പർക്കം ഉണ്ടാക്കല, എന്ന പെണ്ണും അന്യ പെണ്ണുങ്ങളുമായിട്ട് സമ്പർക്കം ഉണ്ടാക്കലാണും. ഇങ്ങനെ എല്ലാ വിഷയവും ഓരോന്നും അള്ളാഹുവിൻ്റെ നിയമങ്ങളെ ഞങ്ങൾ എടുത്ത് ജീവിച്ചോളാണ് ചെന്നത് മനുഷ്യവർഗം. അത് വഹിച്ചുകൊണ്ടെത്തു ഏറ്റെടുത്തെത്ത് ആ കാനഹൂക്കാൻ അലൂമഞ്ചഹൂല അള്ളാഹു താല ചൊല്ല മനുഷ്യ അവൻ്റെ ഭവിഷ്യത്ത് ചിന്തനാക്കാണ്ട് ഒരേ അടിക്ക് നിന്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കാമെന്ന് ഏറ്റെടുത്തത് അവൻ്റെ ഭവിഷ്യത്ത് മനസ്സിലാക്കാത്തൊരു ജാഹിലായി പോയാ ഇന്നഹു കാന ലലൂമൻ ജഹൂല, അവൻ ലലൂമായിട്ട് തടിക്ക് ദുൽമ ചെയ്തവനായ. എല്ലാവരും അല്ല, ചെന്നതുപോലെ കേട്ട് നടന്നെങ്കിൽ ലാലിമാവില്ല, തടിക്ക് അന്യായമാക്കിങ്ങാവില്ല, തടിക്ക് ഗുണാക്കിങ്ങമേ അവിടെ യാറത്തൊരു വിഭാഗം തടിക്ക് അന്യായമാക്കിയങ്ങാവിടും. ഈ ലുൽമു ചെന്നിങ്ങ അന്യായം അത് ആർഗോ അടിക്കണോ, ആർഗോ കുത്തണോ, ആറമ കൊല്ലണോട്ട് വേണ്ട. സ്വന്തം തടിക്ക് കിട്ടുന്നതായ അനുഗ്രഹത്തെ നഷ്ടപ്പെടുത്തി കളയരുത്. അത് തടിക്കാകടെ ദുൽമായിട്ടിക്കണം. നല്ല നിലയ്ക്ക് ജീവിച്ച് ഹറാമ് ചെയ്യാണ്ട്, വക്തിൽ നിസ്കരിച്ചിട്ട്, കള്ള് കുടിക്കാണ്ട്, പെണ്ണ് പിടിക്കാണ്ട്, വ്യഭിചാരം ചെയ്യാണ്ട്, പലിശ വ്യവഹാരം നടത്താണ്ട് നല്ല നിലക്ക് അള്ളാഹും അവൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ആജ്ഞാപിച്ചതുപോലെ ജീവിച്ച് മരിച്ചെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദത്ത് ഉച്ചരിച്ചുകൊണ്ട് മരിച്ചെങ്കിൽ അൽഹംദുലില്ലാഹ്, പിന്നെയുള്ള ജീവനം എല്ലാം സുന്ദരമായിട്ടിക്കിടും, എല്ലാം രാഹത്തുള്ളത് സന്തോഷകരമായിട്ടിക്കിടും. ഒരു മയ്യത്തിനെ വ്യാറനേറ വെക്കോ തീരാച്ചുള്ളെന്ന് വേണ്ടിയിട്ട് നല്ല മയ്യത്തല്ലെങ്കിൽ അതിലൂടെ വെക്കേണ്ട ആവശ്യമില്ലല്ലോ, വേഗ മണ്ണിലിട്ട് മൂടിക്കളയെടുത്തല്ലേ നല്ലത്. ഇനി നല്ല സ്വാലിഹായ ഒരു മയ്യത്തായെങ്കും വെച്ചോളാം. എൻ്റെ ആ സ്വാലിഹായ മയ്യത്തുക്ക്
ಏನು ಊಡಂಗ ಕಿಟ್ಟದ കാലം യാറത്തെ അനുഗ്രഹം കബറിൽ വെച്ചാൽ പിന്നെ കിട്ടു തുടങ്ങി. കബറിൽ വെച്ചിട്ട് മറമാടിയിൽ പിന്നെ ഇട്ടിക്കിട്ട് ആ സ്വാലിഹായ മനുഷ്യക്ക് നല്ല നല്ല അനുഗ്രഹങ്ങൾ കിട്ടും. ഞങ്ങ ഒരു 3 പൂല് തുണിയിൽ മറച്ചിട്ടിരുന്നെങ്കിലും പോയിട്ട് മണ്ണിൽ കിടത്തിട്ടിരുന്നെങ്കിലും അല്ലാഹു തആല അവൻ്റെ അടിമക്ക് പ്രത്യേകമായ ബഹുമാനം കൊടുക്കു വേണ്ടി മലക്കുകളുടെ അല്ലാഹു ചൊല്ലാം, അഫ്രിഷുഹു മിനൽ ജന്ന വൽബിസുഹു ഫിൽ ജന്ന. സ്വർഗത്തിൽ നിന്നുള്ള വിരിപ്പ് പട്ട് ഏറ്റവും ബല പിടിച്ച ദുനിയാവിൽ ഓടയുമില്ലാത്ത പട്ടയിടിക്കിട്, ഒരു കണ്ണും കാണാത്ത പട്ടയിടിക്കിട് സ്വർഗത്തിലുള്ളത്. സ്വർഗത്തെ അനുഗ്രഹം ഏതും ദുനിയാവിടെ പട്ടോ ദുനിയാവിടെ ഫലമോ ദുനിയാവിടെ ജ്യൂസുകളോട് സമാനമാക്കണക്ക് സാധ്യമേ അല്ല. മാല ഐനുൻ റഅത്ത് വലാ ഉദുനു സമയത്ത് വലാ ഖത്തറ അലാ ഖൽബി ബശർ. ഒരു കണ്ണും കാണാത്തതും ഒരു കാതും കേൾക്കാത്തതും ഒരു ഹൃദയത്തിൽ ഉദിക്കാത്തതുമായ അനുഗ്രഹമായിട്ട് സ്വർഗത്തിലുള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയിരുന്നു. അപ്പൊ ഇതിൽക്ക് സമാന ഈ ദുനിയാവിടെ ജ്യൂസുകൾ പോലെ ഉണ്ടോ പട്ട് പോലെ ഉണ്ടോ ചൊല്ലു സാധ്യമേ അല്ല. അത് എത്രമാ വ്യത്യാസമായ പട്ടും ഉടുപ്പുകളുമായിട്ട് കിടും. ആ പട്ട് വിരിക്കണകും ആ പട്ട് ഉടുപ്പാടണകും അല്ലാഹു തആല മലക്കുകളുടെ ചൊല്ലാം. പിന്നെന്തിനു ചൊല്ലാം? പിന്നെ ആ മനുഷ്യക്ക് നല്ല റാഹത്തുള്ള ഉറക്കുണ്ടാവാൻ വേണ്ടിയിട്ട് നിങ്ങ ചൊന്നുപിടറു നമുക്ക് നൗമത്തിൽ അറൂസ്. പുതിയാപ്പിള ഭംഗിലായിട്ട് ആ മുതൽ രാത്രിയിൽ കിടന്നുറങ്ങുന്നതായ ആ ഉറക്ക് നല്ല റാഹത്തുള്ള സന്തോഷകരമായ ഉറക്കല്ലേ കണ്ടെത്തത്, പുതിയ അനുഭവമല്ലേ അത്. അങ്ങനത്തതായ ആ ഒരു റാഹത്തുള്ള സന്തോഷമുള്ള സന്തോഷത്തെ ഒരു ഉറക്ക് നിങ്ങൾ ഉറങ്ങിയോളോണ്ട് വിളിച്ചോളൂ. അപ്പൊ നല്ല ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതിലോടത്തോളം നല്ല റാഹത്തുള്ള ഉറക്കായിട്ടിരിക്കും. ആ ഉറക്കളെ എണിപ്പാട്ടിയിട്ടാകുമ്പോ നല്ലങ്ങ ആ സന്തോഷത്തിന്റെ ഉറക്ക് മുറിഞ്ഞതുക്ക് വേണ്ടിയിട്ട് നഷ്ടപ്പെട്ടക്ക് വേണ്ടി ചൊല്ലറു മമ്പഅസനാമിൻ മർഖദിനാ. ഞങ്ങൾ ഈ ഉറങ്ങിക്കിടന്ന ജാഗ്രത ആറായിട്ടിക്കിട്ട് ഞങ്ങളെ ഉണർത്തിയത്. ദുർജനങ്ങളോ എന് പോണ്ടതെല്ലാം കഷ്ടത്തുക്കും നഷ്ടത്തുക്കുമല്ലേ, ആ പേടിയിലും ബേജാറിലും ഞങ്ങൾ സുഖമായിട്ട് കിടന്നുകൊണ്ടിരുന്നല്ലേ ഉറങ്ങിക്കൊണ്ടിരുന്നല്ലേ ഞങ്ങൾ ആരപ്പ വിളിച്ചത്? ആറും വിളിച്ചതല്ല, ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതിട്ടാകുമ്പോൾ എണിച്ചു പോയത്. രണ്ടാമത്തെ ഊത്തായപ്പോ എല്ലാവരും എണിക്കണേ, ഓടെ മരിച്ചിട്ട് പൂണ്ടറാ കബറായ കബറ് ഓടെ മരിച്ചിട്ട് പൂണ്ടറാ ആ ജാഗ്രത അങ്ങ് അണിച്ചിട്ട് പറഞ്ഞേ. അപ്പൊ അത്രയും സുഖമായ ഒരു ജീവന കിട്ടത് കൊണ്ടായിട്ടിക്കിട് മരിച്ച മയ്യത്തിൽ കുറേ നേരം വെക്കത്തേറാൻ ചൊല്ല്. ചന്തത്തിൽ മരിക്കണം, ഈമാൻ കിട്ടി മരിക്കണം, സ്വർഗം കണ്ട് സന്തോഷിച്ചിട്ട് ഹബീബായ മുത്തുമസ്സവാസുതങ്ങളെ കണ്ട് സന്തോഷിച്ചുകൊണ്ട് മരിക്കണക്കുള്ള സൗഭാഗ്യമുണ്ടാവണം. റഹ്മാനായ റബ്ബ് തആല തങ്ങൾക്കും നല്ല കൂട്ടുകുടുംബത്തും ഉസ്താദ്മാർ ശിഷ്യന്മാർ സ്നേഹിതന്മാർക്കും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ചിട്ട് ദുനിയാവിൽ മരിക്കുമ്പോൾ ചന്തത്തിൽ മരിക്കു കിട്ടിയെങ്കിൽ അതൊരു നല്ല റിസൾട്ടായിട്ട് പണ്ട് ദുനിയാ ആഖിറത്തിൽ എല്ലാ ജാഗിലും പിന്നെ സന്തോളമേ. പിന്നെ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഊതിയിൽ പിന്നെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ അവിടെ കിതാബ് കിട്ടുകൊണ്ടു നല്ല കിതാബ് ബലം കയ്യിൽ കിട്ടും, തമ്മാടിത്തരമാക്കാണ്ടും നല്ല ചന്തത്തിൽ അള്ളാഹിനെ പേടിച്ചിട്ട് ജീവിച്ചിട്ട് മരിച്ചങ്ങായിരുന്നെങ്കിൽ അങ്ങനെ കിതാബ് എല്ലാ ഊല നല്ല വിഷയം മാത്ര. അപ്പൊ ആ കിതാബ് കിട്ടിട്ടാകുമ്പത്തേക്കു ഭാരി കൊസിയായിട്ട് അങ്ങനെ കൂട്ടുകുടുംബത്തുക്കും ചങ്ങായിമാർക്കും കാട്ടിക്കൊടുത്ത് ഇതാ ഓതറും ഇഖ്റഉ കിതാബിയ, എൻ്റെ കിതാബിന് നിങ്ങൾ ഓതറുണ്ട് കാട്ടിക്കൊടുക്കും. ഇവിടെ ഒരു 100 മാർക്ക് എടുത്ത എല്ലാത്തിലും 100 മാർക്ക് എടുത്ത കിടാവും വിദ്യാർത്ഥി. അല്ലെങ്കിൽ ഒരു മാർക്ക് കുറഞ്ഞിട്ടിരിക്കും. അവിടെ നല്ല ഫുള്ള് A+ ആയിട്ട് മാർക്ക് കിട്ടിയ ഫസ്റ്റ് ഗ്രേഡിൽ വിജയിച്ച് വന്ന് മാർക്ക് കിട്ടിയ ഒരു വിദ്യാർത്ഥി അവൻ്റെ റിസൾട്ട് ഉമ്മാപ്പ് കാട്ടി കൊടുക്കടാ, ചങ്ങായിമാർ കാട്ടി കൊടുക്കടാ, കേട്ടിട്ടല്ല കേട്ടാണ്ടൊക്കെ ആക്കി കൊടുത്ത് സന്തോഷത്തിൽ. ഇതുപോലെ നാളെ മഹ്ശറയിൽ ഞങ്ങൾക്കും അങ്ങനെ തന്നെ വരാനുണ്ട് പറഞ്ഞു.
ഞങ്ങളെ കിതാബിടെ എല്ലാവരും കാട്ടിക്കൊടുക്കണമുള്ള അവസരം നിങ്ങൾക്ക് ഉണ്ടാവണം. ഇഖ്റഉ കിതാബിയ, എൻ്റെ കിതാബിൽ നിങ്ങൾ നോക്കൊരു ഓതോറും ചൊല്ലൊരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവണം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതൊക്കെ വേണ്ടി എന്താക്കണം എന്നെങ്കിൽ വേണ്ടാത്ത കുറേ കാര്യം ഉണ്ടാക്കിയിട്ട് കിതാബിൽ രേഖപ്പെടുത്തി വെക്കണോ അവസരം ഉണ്ടാവും തീരാ. നല്ലങ്ങളെ കിതാബ് ബലത്തെ കയ്യിലായിട്ട് ഇവിടെ കിട്ടുന്നത്. അതാണ് അസ്ഹാബുൽ യമീൻ. ബലത്തെ കയ്യിൽ കിതാബ് കിട്ടുക. ദുർജനങ്ങളെ കിതാബ് ഇടത്തെ കയ്യിലായിട്ട് ഇവിടെ കിട്ടുന്നത്. ഇടത്തെ കയ്യിൽ ഇങ്ങനെ എതിർലും അല്ല, പിറകത്ത് ഇങ്ങനെ കൈ ആക്കി പാടിയിട്ട് കൈയുടെ തിരിച്ചിട്ട് പിറകത്തിൽ കൊടുക്കണേ. ആ ഒരു കിതാബുള്ളതെല്ലാം മോശമായത് ഓൻ്റെ വേണ്ടാത്ത പ്രവർത്തനങ്ങളും വേണ്ടാത്ത പലക്കവും വേണ്ടാത്ത അവസ്ഥയായിട്ട് അതിലുള്ളത്. അത് എതിരിൽ ഇങ്ങനെ കാട്ടി കൊടുക്കില്ല. പിറകത്തിലേക്കാക്കിയിട്ട് ഒരു വില കൽപ്പിക്കാത്ത നിലക്ക് അവനൊരു മാന്യതയില്ലാത്ത നിലക്കായിട്ട് കിതാബ് കൊടുക്കുന്നത്. അങ്ങനെ ആ സമയത്ത് വല്ലാത്ത ബേജാർ. സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ഓതൽ സൂറത്തായിട്ട് ഓതൽ സുന്നത്തായ സൂറത്ത്. വെള്ളിയാഴ്ച രാത്രിയും പകലും ഓതൽ സുന്നത്തായ സുന്നത്തായിട്ട് സൂറത്തുൽ കഹ്ഫ്. അതിലൊരു ആയത്തുണ്ട്, മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ. ഇതെന്ത് കിതാബായി പോയിട്ട് പഠിച്ചോനെ, ഇതിലെല്ലാം ചെറിയതും വലിയതും നാനാക്കിയതെല്ലാം ഇതിലുണ്ടല്ലേ. ബേജാറ് കൊണ്ട് പേടി കൊണ്ട് വെപ്രാളം കൊണ്ട് അവൻ ചൊല്ലണ കൊണ്ടു. കിതാബിക്ക് എന്തായിട്ടില്ല. കിതാബ് സ്വന്തമായിട്ട് അതെങ്ങനെ റെക്കോർഡായിട്ട് വന്നതല്ല. രണ്ട് മലക്കുകൾ അല്ലാഹു തആല ഓരോരുത്തരിലും രണ്ട് മലക്കുകൾ അല്ലാഹു തആല വെച്ചിരാം. മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. മനുഷ്യ എന്ത് പറക്ക പറയുമ്പോഴത്തേക്കും എന്ത് പ്രവർത്തിക്കുമ്പോഴത്തേക്കും അത് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് മലക്കുകൾ അല്ലാഹു തആല നിശ്ചയിച്ചിരാ. ആ മലക്കുകൾ ഒരക്ഷര പോലും ഇല്ലാത്തതോ കളവോ കൂട്ടിയെഴുത്തരങ്ങല്ല, എല്ലാം അവനാക്കിയത് മാത്രം. മനുഷ്യന് അവനാക്കിയതായ പ്രവർത്തികൾ അവൻ്റെ അമലുകളെ സാക്ഷിയായിട്ട് ധാരാളം അല്ലാഹു തആല വസ്തുക്കൾ വെച്ചിരാം. നിഷേധിക്കൊണ്ട് സാധ്യമാവാത്ത രീതിയിലുള്ളതായ സാക്ഷികളായിട്ട് അല്ലാഹു വെച്ചത്. ഒന്ന് അവൻ്റെ ബലത്തും എടുത്തുമുള്ള രണ്ട് മലക്കിങ്ങ എഴുതി വെച്ച കിതാബ് ഗ്രന്ഥ, അത് അവർക്ക് സാക്ഷിയായിട്ട് എന്തല്ല. ഈ ദുനിയാവിടെ നാളുകളിൽ ജാവോ പോളോ ആൾക്കാർ ഇന്ന സമയത്തോ എല്ലാ സമയത്തോ മറഞ്ഞിട്ടും പരസ്യമായിട്ടും ചെയ്ത് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എഴുതി വെക്കൊണ്ട് മലക്കുള്ള വെച്ചിടാം. പിന്നെ അവൻ നടന്ന സ്ഥലം, അവൻ കിടന്ന ജാഗ, അവൻ ദച്ച ജാഗ, ആ ഭൂമിയും അവന് സാക്ഷിയായിട്ട് നാല് ചൊല്ലണം കൊടുക്കും. യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ എന്നർത്ഥം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഭൂമിയെല്ലാം വിറച്ച് ഇസ്രാഫീൽ ഇസ്ലാമിൻ്റെ ഊത്ര സമയത്ത് ഭൂമി വിറച്ചിട്ടാകുമ്പോൾ പടപ്പുകളെല്ലാം കേൾക്കിടർ എന്തായി പോയിട്ട് എന്തായല്ല. അള്ളാഹുവിൻ്റെ ഓർഡർ പ്രകാരം അള്ളാഹിൻ്റെ ആജ്ഞപ്രകാരം ഇസ്രാഫീൽ ഇസ്ലാം ഊതിയപ്പോൾ ഉണ്ടായ നടുക്കമായിട്ടിരിക്കുന്നത്. ആ നാളിൽ യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, അണ്ടത്തെ നാളിൽ എല്ലാ ഇസ്രാഫീൽ ഇസ്ലാം ഊതിട്ടായാൽ പിന്നെ എല്ലാവരും പിന്നെ ഒരിക്കത്തെ ഒന്നാമത്തെ ഊത്തിൽ എല്ലാവരും മരിക്കുവറും, രണ്ടാമത്തെ ഊത്തിൽ പിന്നെ എല്ലാവരും ഹയാത്താവിടറും, ഹയാത്തായിട്ട് എല്ലാവരും മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടുവറും. ഒരുമിച്ച് കൂടിയിട്ടാകുമ്പോഴത്തേക്കും അവനാക്കിയ പ്രവർത്തി, അവനാക്കിയ നല്ലതും വെടക്കും എല്ലാ ഹൈറും ഷറും എല്ലാം തുറന്നു പറയണ കൊണ്ട് ഈ ഭൂമിയിൽ. എന്നാൽ ഇന്ന സന്ദർഭത്തിൽ ഈ മനുഷ്യൻ ഈ ജാഗയിൽ ഇന്നത് പ്രവർത്തിച്ചിട്ടുണ്ട് ചൊല്ലത് ആരും ചൊല്ലണ്ട. ഞങ്ങൾ എത്ര മറച്ചു വെച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ കിടന്ന ജാഗ, ഞങ്ങൾ തെച്ച ജാഗ, ഞങ്ങളെ റൂമോ ആരുമില്ലാ സമയത്ത് വേണ്ടാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ചൊല്ലണക്ക് ഭൂമിയുണ്ട് ഉണ്ടായിട്ട് ഖുർആൻ ചൊല്ലുന്നത്. സൂറത്തുൽ ഇദാ സുൽസിലത്തിൽ സിൽസാലഹ ചൊല്ലെ ചെറിയ ഒരു സൂറത്തിൽ അല്ലാഹു തആല വ്യക്തമാക്കുന്ന ഒരു ആയത്തായിട്ട് യൗമൈദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ആ നാളിൽ ഇവിടെ ദുനിയാവിൽ എന്തിനാ നിങ്ങൾ പ്രവർത്തിച്ചിരാ അതെല്ലാം ചൊല്ലണം. കച്ചവടാക്കടങ്ങ എന്തെല്ലാം തരത്തിൽ വഞ്ചന ചതി നടത്തുറ
ആ ദുനിയാവിടെ പോവും. അത് റിക്കാർഡിൽ പോയിപ്പോണ്ടല്ല. റിക്കാർഡിൽ നോക്കിയിട്ട് അതിവിടെ ഭൂമി തുറന്നു ചൊല്ലു, ഇന്നാലിന്ന സമയത്ത് ഇന്നാലിന്ന സ്ഥലത്ത് വെച്ച് ഇങ്ങനത്തെ വഞ്ചന ഈ മനുഷ്യാക്കിറ, ഇങ്ങനത്തെ ചതി മനുഷ്യന്മാരെ ചതിച്ചിറ, ഇതെല്ലാം ചൊല്ലണം കൊണ്ട്. അതല്ലേ ഒരു പെണ്ണിനെ ഒരാള് പ്രേമിച്ച് കുടുംബത്തിൽപ്പെട്ടൊരു പെണ്ണ്, ആ പെണ്ണുങ്ങ ഒരിക്കലും ദൈഹികമായ സുഖത്തിന് വിട്ടുകൊടുത്തില്ല, സമ്മതിച്ചില്ല, അള്ളാഹിനെ പേടിച്ചേറും. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ആ റായത്തേക്ക് ബറകാല ബന്ധ് അവിടെ ഇങ്ങനെ യൗത്രങ്ങ എന്തും ഇല്ല, എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ആള് പ്രേമിച്ച ആളുകൾക്ക് സ്വത്തും സമ്പത്തെല്ലാം ഉണ്ട്. അങ്ങനെ അയാളെ മുട്ട ഈ പെണ്ണ് പോയിട്ട് ഒരുത്തൽ ജീവിക്കാനുള്ള മാർഗത്തിന് വേണ്ടി പൈസ കേട്ടാകുമ്പോൾ ആ മനുഷ്യ ചൊല്ലു, ഞാൻ 20 ദീനാർ തരാം, ഞാൻ ആവശ്യപ്പെട്ട കാര്യം പൂർത്തിയാക്കി തരണോ. മനസ്സില്ലാത്ത മനസ്സോടുകൂടെ ആ പെണ്ണുങ്ങൾ സമ്മതിക്കിടും. ആരുമില്ലാത്ത റൂമിൽ ആ പെണ്ണിനെ കിടത്തിട്ട് പെണ്ണുമായി സുഖിക്കുന്നു വേണ്ടി സമയമായപ്പോൾ ഒരു പടപ്പും അവിടെ കാണില്ല. അപ്പൊ ആ പെണ്ണ് പറിച്ചെന്നൊരു പലക്ക, ഇത്തക്കില്ല, നീ അള്ളാഹിനെ പേടിച്ചോ. ആ ഒരു ശബ്ദം കേട്ടിട്ടാകുമ്പോ ഇത്തക്കില്ല ചെന്നിട്ടാകുമ്പോ അയാൾ എന്തോ ഒരു പരിവർത്തനം, എന്തോ ഒരു പേടി വന്നിട്ട് അയാൾ ഓടിപ്പോയി. പെണ്ണിന്റെ മേലെ തെച്ചിട്ടിന്നാള് എടിച്ചിട്ട് ഓടിപ്പോയി. അങ്ങനത്തെ ഒരു പേടിച്ചത് ഇത്തക്കില്ല എന്നൊരു ശബ്ദം കേട്ട പേടിക്കും. എന്റെ ഈ ദുനിയാവിൽ ആരും ഞങ്ങളെ കണ്ടില്ലെങ്കിലും ഞങ്ങളുടെ പ്രവർത്തിയെ വേണ്ടാത്ത ഈ കർമ്മ ഈ പ്രവർത്തി ആരും കണ്ടില്ല അറിഞ്ഞില്ലെങ്കിലും അള്ളാഹു കാണ്ടല്ലേ. അതോടെ ഭൂമി സാക്ഷി പറയുമല്ലോ, ഈ ഒരു പേടിയോ ഉള്ള പെണ്ണ് പേടിക്കുന്നത് പോലെ പേടിച്ചു വന്നപ്പോൾ അയാൾക്കും പേടിയെത്തു. അതായിരിക്കും മൂമിന് ചൊല്ലത്. ഞാൻ എന്തും ആക്കി എന്തോ ആവില്ലാണ് വിചാരിക്കുന്നതല്ല ഈമാൻ ചെന്നെങ്കിൽ ഞാൻ എന്താക്കിയെങ്കിലും എല്ലാം രേഖപ്പെടുത്തി വെക്കണം. കിതാബുണ്ട്, ഞാൻ നടന്ന സ്ഥലവും കിടന്ന സ്ഥലമെല്ലാം എന്നൊക്കെ വിരുദ്ധമായിട്ടോ ഗുണമായിട്ടോ സാക്ഷികളുടെ ഭൂമിയുണ്ട്, ആയിട്ടില്ല. ഇതെല്ലാം നിങ്ങൾക്ക് സാക്ഷിയായിട്ട് ഇന്നെങ്കിലും അതിനേക്കാളും സ്ട്രോങ് ആയിട്ടുള്ള സാക്ഷിയായിട്ട് പിന്നെ വേണ്ടത് അതെന്ത്? അല്ലോ മനഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. സൂറത്ത് യാസീൻ. ആ നാളിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം രണ്ടാമത്തെ ഊതിയപ്പോ എല്ലാവരും മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമല്ലേ. ആ സമയത്ത് ബായി പലക്ക പറയണമെങ്കില്ല, ബായിക്ക് സീല് വെക്കപ്പെടും, ബായി ഓപ്പണാക്കണാവാത്ത പോലെ ആക്കും. അപ്പോ പലക്ക പറയല്ലോ മനഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം. ഞങ്ങളിൽ പലക്ക പറയരുത്, ഞങ്ങളെ അങ്ങനെ കൈയും കാലുമായിട്ടിക്കിട്. കൈ ചൊല്ലു, ഇന്നാലിന്ന സമയത്ത് ഇന്നാലത്തെ സ്ഥലത്ത് പറ്റി ഇന്നത് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ മനുഷ്യ. അപ്പൊ കാല് ചൊല്ലു സാക്ഷിയായിട്ട്, നാണതൊക്കെ സാക്ഷിയായിട്ട് ഇന്ന് ശരിയായിട്ടിക്കിട്. അപ്പൊ ഇത്രയെല്ലാം സാക്ഷികളെ മുന്നിൽ വെച്ചിട്ടായിട്ടിക്കിട്. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യവർഗമായ ഞങ്ങളെല്ലാം വിചാരണ ചെയ്യരുത്. രക്ഷപ്പെടണ ഒരു ചാൻസുമില്ല. രക്ഷപ്പെടാനുള്ള ചാൻസ് സാലിഹായ അമല് മാത്രം. ഞങ്ങളെ ജീവിതത്തിൽ ഞങ്ങളുടെ ആയുസ് കാലത്തിൽ എന്തെല്ലാം നല്ല കാര്യം ഞങ്ങൾ ആക്കിറമാ, അതുകൊണ്ട് മാത്രം ഞങ്ങൾക്ക് രക്ഷക്കൊണ്ടുണ്ടാവേണ്ട. അല്ലാണ്ട് വേറെ വേണ്ടാത്തരം ചെയ്തിട്ട് ഇഷ്ടം പോലെ ജീവിച്ചിട്ട് മരിച്ചെങ്കിൽ എന്തോ ആവലാണ്ട് ആരും വിചാരിക്കരുത്. വേണ്ട. ഞങ്ങൾ ചെന്ന മുഅ്മിനീങ്ങൾ ചെന്നെങ്കിൽ കാല് ദുനിയാവിടെ കൊണ്ട് വിശ്വസിക്കലും മാത്രം വിശ്വസിച്ചെങ്കല്ല. ഈ ദുനിയാവ് പോയാൽ പിന്നെ യഥാർത്ഥമായ ജീവിതം ആഖിറമായിട്ടിക്കിട്, ശാശ്വതമായ ജീവിതം ആഖിറമായിട്ടിക്കിട് വിശ്വസിക്കാനായിട്ടിക്കിടുന്ന. അപ്പൊ ആഖിറം കൊണ്ട് വിശ്വസിക്കണം. മുഅ്മിനീങ്ങൾ ഹിസാബ് കൊണ്ട് വിശ്വസിക്കണം, കിതാബ് കൊണ്ട് വിശ്വസിക്കണം. അവിടെയുള്ള സ്വർഗ നരക ഇതെല്ലാം കൊണ്ട് വിശ്വസിക്കണം. സ്വർഗ നരക തന്നെ സ്വർഗത്തിൽ അത്ര സുലാഭമുള്ള വിഷയം എന്തല്ല. മഹേശ്വരയുടെ നേരെ അപ്പുറമായിട്ടിട്ട് നരകമുള്ളത്. ആ നരക കഴിഞ്ഞിട്ട് പോകണം സ്വർഗത്ത് പോകണത്. നരകത്തെ മേലെയിട്ട പാലം വിട്ടുകടന്നിട്ട് അക്കരകെത്തണം. അപ്പമേ സ്വർഗത്തെത്താവുള്ളൂ.
വലിയ പേടിക്കേണ്ട ഒരു വിഷയമായിട്ടിരിക്കണം. നരകത്തെ മേലെ പാസ്സാവുന്നത് അങ്ങനെ അമലിന്റെ ഖദറിനനുസരിച്ചിട്ടായിരിക്കണം. ധാരാളം നന്മകൾ, സാലിഹായ അമലുകൾ, ദിക്ർ, ദുആ, സ്വലാത്ത്, സത്കർമ്മങ്ങൾ, ഹജ്ജ്, ദാന, ധർമ്മം, ഇതെല്ലാം യാറായിട്ടുണ്ടെങ്കിൽ, അത് ഇഖ്ലാസോടുകൂടി ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പവർ കൊണ്ട് വേഗം മിന്നറിയും പോലെ ആൾക്കാരെ വിട്ടുകിടക്കാൻ സാധ്യമാകും. അമലുകൾ കുറഞ്ഞ ആൾക്കാരാകുമ്പോൾ അതനുസരിച്ച് മെല്ലെ ആയിട്ട് അക്കരെ പോണത്രയും. അമൽ സൽക്കർമ്മത്തെ തൂക്കം കൊരടിയായിട്ട് ദുഷ്കർമ്മത്തെ തൂക്കം യാറായി പോയെങ്കിൽ പിന്നെ അത് അപകടമേ, അപായമേ, നരകത്തിൽ മൂലണുകയായിട്ട് യാറത്തെ ചാൻസ് ഉള്ളത്. നഊദു ബില്ലാഹ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ ആജ്ഞകളെ അമാനാത്ത് എന്ന് ചൊല്ലും. ഞങ്ങളെ വിശ്വസിച്ചിട്ടുണ്ട്, ഞങ്ങളെ ഏൽപ്പിച്ച കാര്യം അമാനത്ത് ചെന്നെങ്കിൽ അള്ളാഹുവിൻ്റെ ആജ്ഞകൾ ഞങ്ങൾ ആക്കുകൊണ്ട് ചെന്നപ്പോൾ പ്രവർത്തിക്കും, അനുസരിക്കും, നിർവഹിക്കും. ഞങ്ങൾ ഏറ്റെടുത്തപ്പോൾ ഞങ്ങൾക്ക് ഏൽപ്പിച്ചതായ കാര്യങ്ങളായിട്ട് അത് മനുഷ്യക്ക് തീരാത്തെന്തും അല്ലാഹു ഏൽപ്പിച്ചിട്ടില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വസ്അഹാ. മനുഷ്യക്ക് തീരാത്ത ഏത് കാര്യം അല്ലാഹു തആല ഞങ്ങളെ ഏൽപ്പിച്ചിട്ടില്ല. ഞങ്ങൾക്കത് സാധ്യമാവാത്ത വിഷയം ഏതുമില്ല. നിസ്കരിക്കൊണ്ട് ചെന്ന റബ്ബ് നിക്കടോ സാധ്യമായവൺ നിന്റെ മയവും, ഇല്ലെങ്കിൽ തെച്ചിട്ടും കിടന്നിട്ടും നിസ്കരിക്കാം. ഒളുവും കുളിയും നിർബന്ധമാക്കിയ റബ്ബ് ഒളുവെടുക്കടും കുളിക്കടും സാധ്യമായില്ലെങ്കിൽ മണ്ണ് കൊണ്ട് തയം ചെയ്തിട്ട് കുളിയും ഒളു നിർവഹിക്കാം. പടിപ്പാട്ടി റബ്ബായിട്ടിക്കണം. മനുഷ്യക്ക് എളുപ്പമായ സാധ്യമാവുന്നത് മാത്രം കൽപ്പിച്ചതായിട്ടിരിക്കണം ഇസ്ലാം. സാധ്യമാവാത്തതും ഇന്ന ദീന യുസ്റുൻ, ദീന് എളുപ്പമായിട്ട് സുലഭമായിട്ടിക്കട്. സുലഭമാവിടതപ്പ അത് പഠിച്ചു വരുമ്പോൾ ഓരോന്ന് പഠിച്ചുകൊണ്ട് വരുമ്പോൾ ഇത്ര സുലഭമാണ്ടാവും. നോമ്പ് കഷ്ടമെങ്കിൽ ആ സമയത്ത് നോമ്പ് പിടിക്കണ്ട. ഒരാൾക്ക് കഷ്ടത്തെ സ്വറുണ്ട്, അയാളൊന്ന് സുബൈക്ക് നോമ്പ് പിടിക്കണ്ടല്ല, സുബൈക്ക് നോമ്പ് പിടിച്ചിട്ടേ പോണോ. സ്വറക്കാരി നല്ല കഠിനമായ സ്വറക്കാരി എന്നെങ്കിൽ നോമ്പ് കൊണ്ട് സാധ്യമേ ആവാത്ത സന്ദർഭത്തിലായ നോമ്പ് ആ സമയത്ത് മുറിക്കാം പോകൂലേ. അതുപോലെ യാത്രികർ ആ സമയം നോമ്പ് കഷ്ടമാവുടെങ്കിൽ നോമ്പ് മുറിക്കാം. രോഗികൾക്ക് നോമ്പ് കഷ്ടമാവുടെങ്കിൽ നോമ്പ് മുറിക്കാം. നോമ്പ് പിടിക്കൊണ്ടില്ല, വേറെ സമയത്ത് പിടിച്ചു വിടാം. മുദ്ദ് കൊടുക്കുന്ന സന്ദർഭമുണ്ട്. മുദ്ദ് കൊടുക്കാൻ പേര് നോമ്പ് മാത്രം പിടിച്ച മതി, അവിടെ രോഗവുമുണ്ട്. എല്ലാ വിഷയത്തിലും ഹജ്ജ് ഉംറ നിർബന്ധമാവുന്നത് ആയുസ്സിൽ ഒരു വട്ടം മാത്രം. പിന്നെല്ലാം സുന്നത്തായിട്ട് ഐച്ഛികമായിട്ട് പോണ സാധ്യത പോയാളാ ഇല്ലേ പോവാണ്ടിരിക്കുക. പിന്നെ പോവാത്ത പേരിൽ ശിക്ഷയില്ല. പക്ഷെ ആ ഹജ്ജ് നിർബന്ധമാവുടെങ്കിലും അതാർക്ക് വലില്ലായ അലന്നാസ് ഹജ്ജുൽ ബൈത്തി മനിസ്തതാഅ ഇലൈഹി സബീല. തടി കൊണ്ടുണ്ടാവത് വേണം, തെറും സൗകര്യമായിട്ട് വേണം, അതുപോലെ അതൊക്കെ വേണ്ടിയുള്ള ఖర్చు വെച്ചയും സൗകര്യമായിട്ട് വേണം. ഇങ്ങനെ മൂന്നും സൗകര്യമായിട്ട് ബന്ധങ്ങൾ മാത്രമായിട്ട് ഹജ്ജും നിർബന്ധമാവുന്നത്. അങ്ങനെ ഏതൊരു സക്കാത്ത് എല്ലാ സമ്പത്തിലും സക്കാത്തില്ല. ചില വസ്തുക്കളിൽ മാത്രമായിട്ട് സക്കാത്തുള്ളത്, അതും കണക്ക് പൂർത്തിയാക്കാൻ മാത്രം, ഇല്ലെങ്കിൽ വേണ്ട. ഇങ്ങനത്തെ എല്ലാം കഠിനമായ നിയമം ഏതും ഇല്ല ഇസ്ലാമിൽ, എല്ലാം സുലഭമായത് മാത്രം. അങ്ങനത്തെ ആ സുലഭമായ ആജ്ഞകളെ അനുസരിക്കാണ്ട് ഞങ്ങൾ ജീവിച്ചെങ്കിൽ ഞങ്ങളെ പിന്നത്തെ ജീവന വലിയ കഷ്ടമായി തീരും. അള്ളാഹുവിൻ്റെ ആജ്ഞകൾ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഉംറ മാത്രമല്ല, പാവങ്ങളെ സഹായിക്കണമെന്നുള്ളത് അള്ളാഹിൻ്റെ ആജ്ഞയായിട്ടിരിക്കണം. സക്കാത്ത് കൊടുത്ത് മാത്രമേ ആവല, സക്കാത്ത് കൊടുക്കണം. അഖീമുസ് സലാത്ത വആതു സകാത്ത വഅഖ്റിദുല്ലാഹ ഖർളൻ ഹസന. നിസ്കാരം ശരിക്കും നിങ്ങൾ നിസ്കരിക്കണം. നിസ്കാരത്തവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. സല്ലു നിങ്ങൾ നിസ്കരിക്കോറുകൊണ്ടല്ല അല്ല ചൊല്ലത്. നിസ്കാരത്തെ വിഷയിച്ചുള്ള അവിടെ എല്ലാം അല്ല ചെന്ന് അഖീമുസ്സലാം. നിസ്കാരമാണെങ്കിൽ ഇഖാമത്തു സ്വലാത്ത് വേണം. അതിലെ ഷർത്ത്, അതിലെ ഫർള്, അതിലെ ആദാബുകളെല്ലാം പാലിച്ചുകൊണ്ടായിട്ട് വേണം നിസ്കാരം. അപ്പം ഏത് നിസ്കാരം അവിടെ ആഖിർ സമാനിലെ ആൾക്കാർ അങ്ങനെ നിസ്കരിക്കുവറും. പക്ഷെ നിസ്കാരകനായിട്ടേക്കും യൻദുറു നഖറൽ ഖുറാബ്,
കാക്കി കൊത്തിയെടുക്കുമ്പോഴത്തെ കൊത്തിയെടുക്കലായിട്ട് കിടക്കുന്ന നിസ്കാരം എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നു. അങ്ങനത്തെ നിസ്കാരമായെങ്കിൽ ഒരു പ്രയോജനമില്ല. അത് അള്ളാന്റെ കൽപ്പന ആജ്ഞ അനുസരിക്കലല്ല. നിസ്കരിച്ചാൻ ചൊല്ലണാവുള്ളത് നാളെ മേശറയിൽ ആ നിസ്കാരം കാണണമെങ്കില്ല. നിസ്കാരം തീയത്തോടുകൂടെ തക്ബീറത്ത് ഇഹ്റാം ചെന്നിട്ട് സലാം വീട്ടിടക്കായിട്ട് എല്ലാ ആദാബുകളും ഷർത്തും ഫർളുമെല്ലാം ശരിക്കും കണക്കിലെടുത്തുകൊണ്ട് അള്ളാനെ പേടിച്ചിട്ട് ഭയഭക്തിയോടുകൂടെ നിസ്കരിക്കാൻ നിങ്ങൾക്ക് സാധ്യമാവണം. ഇടക്കിടക്ക് പല നനപ്പും തല ഓർമ്മയും ദുനിയാവിടെ കുറെ ചിന്തനെല്ലാം വന്നുകൊണ്ടിരിക്കട്, അത് ശൈത്താൻ്റെ ഉപദ്രവമായിട്ടിക്കട്. അപ്പമേ അതിൽ ചേഞ്ച് ആക്കിയിട്ട് അള്ളാഹുലേക്ക് മടങ്ങണം. പിന്നെയും വരും അപ്പം അത് ചെയ്യാൻ ആ ഓർമ്മ ആ നനപ്പ് ചേഞ്ച് ആക്കിയിട്ട് അള്ളാഹിലേക്ക് മടങ്ങണം. അള്ളാ എന്ന ദിക്റിലേക്ക് മടങ്ങണം. അതൊക്കെയല്ലേ ഇടക്കിടക്ക് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അങ്ങനെ ഓരോ എപ്പോഴും പറയുമ്പോൾ എല്ലാം അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അത് എന്തിനു വേണ്ടിയിട്ട്? അള്ളാഹിൻ്റെ നനപ്പ് പിന്നെ അതിലേക്ക് മറളി പറഞ്ഞു വേണ്ടിയിട്ട്, മടങ്ങി പറഞ്ഞു വേണ്ടിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് ശൈത്താൻ ഉപദ്രവാക്കും, വേറെ വേറെ ചിന്തനകളെ കൽവിട്ട് തരും, മറന്നതെല്ലാം ഓർമ്മയാക്കി തരും. അതൊരു വലിയൊരു പോരാട്ടമായിട്ട് ഇക്കിട് ശൈത്താനോട് നിങ്ങാക്കേണ്ടത്. ഞങ്ങൾക്ക് ഇത്ര വരെ ഈ വാല് ചൊല്ലുന്ന ആളുകളും കേക്കിടങ്ങും എല്ലാവർക്കും ഉണ്ട് അവിടെ മുസീബത്തായിട്ട് ഇക്കിട്. ഇടയ്ക്ക് നിസ്കരിച്ചുകൊണ്ടിരിക്കും എന്തെല്ലാം ഓർമ്മ വേണ്ട. ആ ഓർമ്മ വരുമ്പോൾ ആ ഓർമ്മയുടെ തപ്പാട്ടിയിട്ട് അള്ളാഹുവിലേക്ക് ഞങ്ങൾ മടങ്ങാൻ സാധ്യമാവണം. അള്ളാഹ് എന്ന ദിക്റിലേക്ക്, അള്ളാഹ് എന്ന ഓർമ്മ ഞങ്ങളുടെ മനസ്സിൽ പറഞ്ഞു, അപ്പം നിങ്ങൾ സലാമത്താവും. അങ്ങനെ നിസ്കാര തീർന്നിടത്തോളം ഒരു പോരാട്ടമേ നാണും ശൈത്താനുമായിട്ട് പോരാട്ടം. അവൻ തെറുത്തപ്പാട്ടം വേണ്ടി ശ്രമിക്കുമെല്ലാം അതിൽ നിന്ന് അവനെ ദൂരത്താട്ടി ഓടിപ്പാടിയിട്ട് ഞങ്ങൾ അള്ളാഹിലേക്ക് മടങ്ങും. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ശരിക്കും ശരിയായ നിസ്കാരം, നേരക്കുള്ള നിസ്കാരം നിസ്കരിക്കണം. വാത്തു സക്കാത്ത, സക്കാത്ത് നിങ്ങൾ കൊടുത്തു വീട്ടണം. ഈ കണക്കെല്ലാം ഉണ്ട്. സക്കാത്ത് ചെയ്യുന്നെങ്കിൽ പലരും മനസ്സിലാക്കിയത് റമദാനിൽ മാത്രം കൊടുക്കണമുള്ളത് ഉണ്ട്. റമദാനിൽ എണ്ണല്ല കച്ചവടം എപ്പോൾ തുടങ്ങിയത് ആ തിങ്കളായിട്ട് സക്കാത്ത് കൊടുക്കേണ്ടത്. റജബിൽ കച്ചവടം തുടങ്ങിയിട്ടെങ്കിലും അടുത്ത പിന്നത്തെ റജബ് പറയുമ്പോൾ ഒരു വർഷം പൂർത്തിയായി. അപ്പൊ ജനുവരി ഫെബ്രുവരി കണക്കാക്കടല്ല, ചന്ദ്രവർഷമായിട്ട് കണക്കാക്കേണ്ടത്. ഷറയുടെ ദീന്റെ എല്ലാ വിഷയവും കണക്കാക്കേണ്ടത് ചന്ദ്രവർഷ പ്രകാരം. ഞങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതി വെക്കുമ്പോൾ ജനുവരി ഫെബ്രുവരി സൂര്യവർഷപ്രകാരമായിട്ട് മാത്രം എഴുതി വെച്ച മയാല. ഗവൺമെന്റ് കണക്കും സ്കൂളുകളും ഓഫീസ് വർക്കും എല്ലാം അത് തീർച്ചയായിട്ടും അത് വേണം, അത് പരിഗണിക്കുന്നത് കണക്കാക്കണത്. അതേ അവസരത്തിൽ വയസ്സ് പൂർത്തിയായത് കണക്കാക്കണക്കും. ഇദ്ദത്തെ 4 തിങ്കളും 10 നാള്, അല്ലെങ്കിൽ മാപ്പിള തലാക്കാക്കി പെണ്ണക്ക് 3 തിങ്കളുണ്ടല്ല കണക്കാക്കണമെങ്കിൽ ആ കണക്കാക്കണെല്ലാം ചന്ദ്രവർഷ പ്രകാരമായിട്ടിരിക്കും. അപ്പൊ ചന്ദ്രവർഷത്തെ ആ ജനിച്ച നാള് സംഭവിച്ച നാളെല്ലാം ഓർമ്മ വെച്ചിട്ട് അത് എഴുതി വെക്കേണ്ട അഗത്യമുണ്ടും. ഏതോ ആവട്ടോ ചന്ദ്രവർഷത്തെ പ്രകാരമായിട്ടിക്കിട് സക്കാത്ത് കൊടുക്കണ്ട്. അതായത് റജബ് തുടങ്ങി റജബു, ഷാബാൻ തുടങ്ങി ഷാബാനാകുമ്പോൾ 1 വർഷമായിട്ട്, റമദാൻ തുടങ്ങി റമദാനിൽ കച്ചവടം തുടങ്ങണമെങ്കിൽ അവർക്ക് ഒരടിയല്ലേ. അപ്പൊ റമദാനിലേണ്ടല്ല, റമദാനിൽ ധാരാളം കൊടുക്കണം. അത് സക്കാത്തിൻ്റെ അല്ല. മൂന്നാമത്തെ ഒരു വിഷയമുണ്ട് അവിടെ മേധയായത്തിൽ, അഖീമുസ്സലാത്ത വാതു സക്കാത്ത വഖ്റിദുല്ലാഹ ഖർളൻ ഹസനാ. അതായിട്ട് അള്ളാഹ്ക്ക് നിങ്ങൾ നല്ല കട കൊടുത്ത് വെക്കണോ. അള്ളാഹ് കൊടുത്ത കട കിട്ടുവേ, അതുകൊണ്ട് അള്ളാഹ്ക്ക് നിങ്ങൾ കട കൊടുക്കുള്ളൂ. മനുഷ്യന്മാർ കൊടുത്ത കട എടുക്കുമ്പോൾ മാത്രം കാലുക പുള്ളേ ഇങ്ങനെ ബഗ്ഗിട്ട് എടുത്തല്ലേ, ബഗ്ഗിട്ട് കേക്കിടേതല്ല, എടുത്തോളുമ്പോൾ മാത്രം വാപാസ് റിട്ടേൺ ആക്കുമ്പോൾ ആ സ്വഭാവമേ ഇല്ല, റിട്ടേൺ ആക്കലേ ഇല്ല. ആ റിട്ടേണായിട്ട് കീട്ടണം കുറേ ഓം പോയിട്ട് കാല് പുലർത്തരെ ആര് കൊടുത്താൽ. ഫസ്റ്റ് എടുക്കുമ്പോൾ കാലുക മുഴുവൻ ബഗ്ഗിട്ടും കൈമുകിച്ചിട്ടെല്ലാം എടുത്ത മനുഷ്യ ഇപ്പം എനിക്ക് കൊടുത്തവണം കൈമുഖി വേണത്തില്ല. അങ്ങനത്തെ അവർക്ക് തന്നിറപ്പം നക്ക് എന്ത് നിർവാഹമില്ല. അവർ കഷ്ടത്തിലായ കേട്ടിട്ടും നിക്ക് കഷ്ടമായ നക്കെന്താക്കണം. ഇപ്പോൾ പിന്നെ ലാസ്റ്റ് തണ്ടില്ലേണ്ടായി. അതേ അവസരത്തിൽ അള്ളാഹ് കടം കൊടുക്കുറ നിങ്ങ
അള്ളാഹ് കട കൊടുക്കണം. അള്ളാന്റെ പടപ്പുകളെ സഹായിക്കറു, പാവങ്ങളെ സഹായിക്കണം. ഒഫി അമ്വാരിഹിം ഹഖ്ഖുൽ ലിസ്സാഇലി വൽ മഹ്റൂം. അങ്ങനെ സമ്പത്തില് അവകാശമുണ്ട്, ഹക്കുണ്ട്. ആർക്കെല്ലാം? ഭിക്ഷ കേട്ടോണ്ട് പണ്ടങ്ങ എന്നൊക്കെ ഇങ്ങനത്തെ ആവശ്യമുണ്ടെന്ന് കേട്ടോണ്ട് പണ്ടങ്ങ. അകത്തില്ലാണ്ട് കേൾക്കുന്നത് ശറയിൽ ഒരിക്കലും അനുവദിച്ചതല്ല, നല്ല പണിയേ അല്ല. എത്ര ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ടിട്ട് സരള ജീവൻ സാധിച്ചു നോക്കണം. പിന്നെ കുറേ കഷ്ടാകുമ്പോൾ പിന്നെ എന്താ കടാറിൽ കേൾക്കാണ്ട് നിർവാഹം ഇല്ല. കുറേ കഷ്ടാകുമ്പോൾ കേൾക്കാം. ആ കേട്ടവണക്കും കൊടുക്കണോ. അതേപോലെ വൽ മഹ്റൂം, കേൾക്കണക്ക് ചങ്കായിട്ട് നിൽക്കണ കുറേ ആൾക്കാരുള്ളൂ. കാണുമ്പോൾ ടിപ് ടോപ്പ് ഉണ്ട്, എന്തും ഒരു മുഖത്തിലെന്തോ ബേജാര മുഖം കാണില്ല, നല്ല നിലയ്ക്കല്ല റാഹത്തിൽ കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഉള്ളറിഞ്ഞ് നോക്കുമ്പോൾ എന്തില്ല, ഭയങ്കര കഷ്ടമുള്ള ജീവനായിട്ട് കിടും. അങ്ങനെ കേൾക്കണുകാവില്ല. അങ്ങനത്തെ അങ്ങ് മെഹറൂമും ചൊല്ലും. അങ്ങനെ ഇഫത്ത് കൊണ്ട് മര്യാദയ്ക്ക് പേടിച്ചിട്ട് ആരും എന്ത് കേൾക്കാല. ആ കേട്ടില്ലെങ്കിലും പർത്തരങ്ങളെ വിഷയ കൊന്താവാനുണ്ടില്ല, റായത്തങ്ങളെ വിഷയ റായത്തങ്ങൾ കൊന്താവണ്ടിക്കിടാ. അപ്പൊ റായത്തിലുള്ള വെറും കടുബടവനായിട്ടുള്ള ആൾക്കാരെ അങ്ങ് കേട്ടില്ലെങ്കിലും ഗുർത്തിച്ചിട്ട് അപമാനിക്കാണ്ട് അങ്ങ് ബേജാറാവാത്ത രീതിയിൽ കൊടുക്കണോ. എൻ്റെ കുറെ സംഘസമിതിയെല്ലാം കൊടുക്കൂടറും. അത് പരസ്യമാക്കുമ്പോൾ ചിലപ്പോൾ അങ്ങ് ബേജാറാവിടെ സന്ദർഭം ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കു തീരാ. അങ്ങനെ ബേജാറാക്കാത്ത പോലെ കൊടുത്തിട്ട് കണക്ക് വേണം കൂടെ അവതരിപ്പിക്കുക. പേര് ചൊല്ലണ്ട, ആർക്കെല്ലാം കൊടുത്തിരും ചൊല്ലണ്ട. സംഘടനകളെല്ലാം കണക്കെല്ലാം അവതരിപ്പിക്കുമ്പോൾ കണക്ക് മാത്രം വായിച്ചാൽ മതിയാവുള്ളൂ. ഇനി പരസ്യമായിട്ട് കൊടുക്കുന്നത് കൊണ്ട് എടുത്തോളം കൊണ്ട് ബേജാറില്ലെങ്കിൽ അങ്ങനത്തെ പരസ്യമായിട്ട് കൊടുക്കുക. പരസ്യമാക്കണം എന്ത് ഉദ്ദേശത്തിലാവണോ? ബാക്കിയുള്ള പ്രേരണ കൊടുക്കുന്ന ഉദ്ദേശത്തിലാവണോ? അങ്ങനെ അങ്ങ് വിരോധിക്കില്ല. ഈ കേട്ട് അപ്പോൾ വെറും സക്കാത്ത് മാത്രമല്ല, വഖ്രിദുല്ലാഹ ഖർളൻ ഹസന, നിസ്കാരം ചെന്നോടല്ല സക്കാത്തിനുള്ള ചെന്നറ. നിസ്കാര ചൊല്ലത് അള്ളാഹു യജമാനായ സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ഹക്കിടെ പ്രധാനപ്പെട്ട ഒരു നിർവഹനായിട്ടിരിക്കുന്നത് നിസ്കാരം. നിസ്കാരത്തിൽ ധാരാളം അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യലുണ്ടാവും. മനുഷ്യരെ ഏറ്റവും ശ്രേഷ്ഠമാക്കി വെച്ച നെറ്റിത്തടം, മുഖത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ടിരിക്കുന്നത് നെറ്റി ചൊല്ലത്. ആ ജാഗ എല്ലാവരും ചവിട്ട ജാഗയിൽ വെച്ചിട്ട് അള്ളാഹ്ക്ക് സുജൂദിടണം. ആ തടിയെ താത്തണം, തടിയെ വിനയം പ്രകടിപ്പിക്കണം. അങ്ങനെ ആകുമ്പോൾ അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമായിട്ട് സന്ദർഭമായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് നിസ്കാര ചൊല്ലത് അള്ളാഹ്ക്ക് ചെയ്ത ശുക്രുകളെ കൂട്ടത്തിൽ വലിയ ശുക്ർ, വലിയ നന്ദിയായിട്ടിരിക്കണം. യാരത്തെ അനുഗ്രഹം അള്ളാഹിന്റെ ഭാഗത്ത് കിട്ടിയോടെ കിടന്ന ആളുകൾ. വൈൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ, അള്ളാഹിന്റെ നിഅമത്തുകൾ എണ്ണിക്കണക്കാക്കും നിങ്ങൾക്ക് സാധ്യമേ അല്ല. ഇപ്പം നിങ്ങൾ പലക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്ര നിഅമത്തായിട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ശ്വാസം പോയോണ്ടും വന്നോണ്ട് ഇക്കൊണ്ട് വന്ന് ഉൾക്ക പോണ്ട് പുറത്ത് വേണ്ട, ഉൾക്ക പോണ്ട് പുറത്ത് വേണ്ട. ഇല്ലെങ്കിൽ കൂടെ നാണം അവിടെ പോവും, നിങ്ങളും അങ്ങനെ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഹറമയ്യത്തായിട്ട് പോകും. അത് ഇങ്ങനെ നടന്നുകൊണ്ടുള്ളത് കൊണ്ട് ഇങ്ങനത്തെ 24 ഗണ്ടലും കിടന്നപ്പോവും ഉറങ്ങിയപ്പോവും കിട്ടിയോണ്ടിരിക്കുന്ന അനുഗ്രഹമായിട്ടിരിക്കട് ഈ ശ്വാസ ചൊല്ലത്. നാടിനിറമ്പിൽ ചോര ചലാവനായിട്ടിരിക്കണത്, അതെപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് വലിയൊരു അനുഗ്രഹമായിട്ടിരിക്കട്. കിഡ്നി പ്രവർത്തനം ഉണ്ടായാൽ മാത്രമേ തടിക്ക് ആരോഗ്യമുണ്ടാവും. ഇല്ലെങ്കിൽ ആരോഗ്യമില്ലാണ്ട് വൈഫല്യമായിട്ട് ആ അവസാനം മരിച്ചു പോവും. ഇതെല്ലാം സംഭവിക്കും. ഇതെല്ലാം ഇല്ലാണ്ട് അല്ലാഹു തആല ഞങ്ങൾ അറിയാണ്ട് എത്രയോ നിഅമത്തുകൾ അല്ലാഹു തആല ചെയ്തുകൊണ്ടുള്ള ആഹാരവും പാനീയവും, ഞങ്ങൾ നടക്കണക്കുള്ള സൗകര്യവും, കൈകാലുകളുടെ ആഫിയത്തും, വാഹനവും, വീടും എല്ലാം കിട്ടാമത് എണ്ണിക്കണക്കാകും ആരെക്കൂടെ സാധ്യമല്ല. അത്രയും നിഅമത്തുകൾ ചെയ്ത റബ്ബ് ചൊല്ലാ അനിഷ്കുർലി വലി വാലിദൈ, അള്ളാഹുവായിട്ടിക്കട യാറും അനുഗ്രഹം ചെയ്തവർ. അതിൽ പിന്നെ അള്ളാഹിന്റെ അനുഗ്രഹത്തിന്റെ കാരണമായിട്ട് ഉമ്മ ബാപ്പയുടെ അനുഗ്രഹമായിട്ട് രണ്ടാമത്തെ അനുഗ്രഹം. ഉമ്മയും ബാപ്പയും ഭാര്യ കഷ്ടപ്പെട്ടിട്ടായിട്ടിക്കട് ഉമ്മയുടെ പള്ളയിൽ ഒലിമ്പോ 10 തിങ്കൾ കിടന്നിട്ട് പ്രസവം ഭയങ്കര നൊമ്പ അനുഭവിച്ചിട്ട് പ്രസവിച്ചിട്ട് പിന്നെ അതിന്റെ ബലത്തേക്ക് 2-3 വർഷത്തോളം 2-3 വർഷം 5-8-7 വയസ്സ് 10 വയസ്സോളം ഭാര്യ കഷ്ടപ്പെട്ടിട്ട് അവിടെ ബലത്തിയെടുക്കണം. അത്
ചൊന്ന് മനസ്സിലാക്കി തരാൻ സാധ്യമാവാത്ത ഒരു വിഷയമായിട്ടിരിക്കണം. അത്രയും കഷ്ടപ്പാട് ഉമ്മ സഹിക്കും. ഈ ഉമ്മയുടെ വളർത്തനക്കും ഈ മക്കളെ വളർത്തനക്കും വടല്ല പോയിട്ട് എപ്പോഴും ഔത്തിൽ തെക്കുന്നത് സന്തോഷമായിട്ടിരിക്കണം. ആ മക്കളെ കൂടെ കണ്ടുകൊണ്ടും പെഞ്ഞായ മക്കളുടെ കൂടി തെക്കുന്നത് സന്തോഷമായിട്ടിരുന്നെങ്കിലും ഈ പെഞ്ഞായ മക്കളെ വളർത്തു വേണ്ടിയിട്ട് റായപ്പെട്ട് വടകെല്ലാം പോയിട്ട് കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ബാപ്പ കഷ്ടപ്പെട്ടു. ആ മക്കൾ നല്ല ആവണോ, അങ്ങ് പഠിപ്പ് കൊടുക്കണോ, നല്ല വിദ്യാവന്തരാക്കണോ ചില ഉദ്ദേശത്തിൽ റായത്തുക്കും രാഷ്ട്രത്തുക്കും ദ്രോഹമാക്കാത്ത ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാക്കണം ഞങ്ങളെ മക്കളെ കൊണ്ടുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് ഈ മക്കളെ വളർത്തു വേണ്ടി ഉടല്ല പോകണം. ആ ഉമ്മയും ബാപ്പയും മേടിക്കണം. പിന്നെ യാറത്തെ കഷ്ടപ്പെട്ടങ്ങ അതുകൊണ്ടല്ല ചൊല്ല ഒന്നാമതായിട്ട് നക്ക് നീ ശുക്ർ ചെയ്യണോ, രണ്ടാമതായിട്ട് നിന്റെ ഉമ്മാപ്പക്ക് ശുക്ർ ചെയ്യണോ, അന്നി ചെയ്യണോ. ആ ശുക്റിന്റെ ഭാഗമായിട്ടിക്കട് ഉമ്മാപ്പക്ക് വേണ്ടി എപ്പോൾ ദ്വാരന്നോണ്ടിക്കരുത്. ഒരു ദുആ അള്ളമേ പഠിപ്പാട്ടിയതുണ്ട്, റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറാൻ. അത് ഉമ്മക്കും ബാപ്പക്കും ദ്വാരക്ക് വേണ്ടിയിട്ട് മക്കൾക്ക് അള്ള പഠിപ്പാട്ടിയ ഒരു ദുആ ആയിട്ടിക്കിടും. ഇത് എത്ര മക്കൾക്ക് ഒന്നുണ്ടോ ഇല്ല നക്ക് ഇപ്പോൾ കണക്കെടുക്കാൻ സാധ്യമല്ല. ചിലപ്പോൾ ഓർമ്മ വെച്ചിട്ടുള്ള എന്താ ആയെങ്കിലും അതേ ദുആ തെരഞ്ഞില്ലെങ്കിലും അങ്ങനെ അനുഗ്രഹം അള്ളാഹുവാക്ക് വേണ്ടിയിട്ട്, ദോഷം വിട്ടുപെറുക്ക് വേണ്ടിയിട്ട്, ആഫിയത്തിന് വേണ്ടിയിട്ട് മരിച്ചങ്ങായെങ്കിൽ അങ്ങനെ ഖബർ ജീവിതം ധന്യമാവേണ്ടി സന്തോഷകരമാവാൻ വേണ്ടിയിട്ടപ്പോൾ ദ്വാരന്നോണ്ടിക്കണം. ആ ദോഷം വിട്ടുപെറുക്ക് വേണ്ടി ദ്വാരന്നോണ്ടിക്കണം. അത് ഉമ്മക്കും ബാപ്പും ആക്കടെ ശുക്രായിട്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയിരുന്നു. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കുക, ആജ്ഞകൾ അനുസരിച്ചിട്ട് വിരോധങ്ങളെല്ലാം വിട്ടു ദൂരത്തായിട്ട് ജീവിക്കുന്നത് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യലായിട്ടിരിക്കണം. അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യണോ, മാതാപിതാക്കൾക്ക് ശുക്ർ ചെയ്യണം. അതുപോലെ തൗഫീഖ് അല്ലാഹു തആല നിങ്ങൾക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹിൻ്റെ ആജ്ഞകൾ നിസ്കാരം നോമ്പ് മാത്രമല്ല ഇപ്പം ചെന്നല്ലേ, അത് പടപ്പുകളെ സഹായിക്കൽ, പാവങ്ങളെ സഹായിക്കൽ, വിധവകളെ സഹായിക്കൽ, പിന്നെ തീമക്കളെ സഹായിക്കൽ, ഇതെല്ലാം അള്ളാഹു തആല തന്നെ സമ്പത്തിനെ അതൊക്കെ വേണ്ടി ഉപയോഗപ്പെടുത്തിയെങ്കിൽ അത് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യലാവോട്. അള്ളാഹുവിൻ്റെ അമാനത്ത് ഞങ്ങളെ ഏൽപ്പിച്ച കാര്യ ഡ്യൂട്ടി നിർവഹിക്കലാവോട്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. ഇത്ര സമയം നിങ്ങളെ തെച്ച് കിട്ടിയത് ഒരാൾ പോയത് നിങ്ങൾ അങ്ങ് വേഗല വന്നിട്ടിക്കുവാറും പ്രധാനപ്പെട്ട പ്രസംഗ കലിഞ്ഞെത്തി എന്നുള്ള ഇതിലായിട്ടിക്കും പോയത് പല ആവശ്യക്കാരും ഇക്കുവാറും ആയെങ്കിൽ നിങ്ങൾ പല പെണ്ണുങ്ങളുള്ളവരും മക്കളുള്ളവരും ഇതിലുള്ള ശ്രോതാക്കളെല്ലാം ഉള്ളവരും റഹ്മുർ-റഹീമായ റബ്ബ് സുബ്ഹാനഹു വ തആല ഞങ്ങൾക്കും ഞങ്ങളെ കൂട്ടുകുടുംബത്തും അവളുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ചുകൊണ്ട് ജീവിച്ച് അവസാനം നല്ലവരായിട്ട് മരികൾ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുസ്ലിമുകൾ വിരുദ്ധമായിട്ട് ആരെല്ലാം കെണികളും ചതികളും ഉണ്ടാക്കിയാൽ അതെല്ലാം അല്ലാഹു തആല നിഷ്ഫലമാക്കി തീർക്കട്ടെ. മുസ്ലിമുകൾ ഗുണകരമായ നിയമം പറഞ്ഞു അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. മുസ്ലിമീങ്ങളെ അവിടെല്ലാം കഷ്ടാനുഭവിച്ചു കൊണ്ടിരിക്കണ എല്ലാവർക്കും അല്ലാഹു റാഹത്തും സന്തോഷവും നെമ്മതിയും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ആക്കിയ തപ്പ് കാരണമായിട്ട് ആരെയും ഞങ്ങളുടെ കുടുംബത്തെ മക്കൾ അല്ലാഹു ശിക്ഷിക്കാതിരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അർഹമുർ-റഹീമായ അല്ലാഹ്, ഞങ്ങളെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ മക്കൾ, കുടുംബക്കാർ, സ്നേഹിതന്മാർ, സഹായിച്ചവർ, സ്നേഹിച്ചവർ, നമ്മളുമായി ബന്ധപ്പെട്ടവർ, നമ്മൾ മരിച്ചുപോയവർ, ഈ നാട്ടിൽ മറപ്പെടുക്കുന്ന മുഅ്മിനീങ്ങൾ എല്ലാവരുടെയും ചെറുതും വലുതുമായ ദോഷങ്ങൾ നീ വിട്ടുപുറത്ത് മാമ നൽകണം റഹ്മാനെ. ഞങ്ങൾക്കും പറയപ്പെട്ടവർക്കും ഞങ്ങളുടെ ശിഷ്യന്മാർക്കും സ്നേഹിതന്മാർക്കും ഞങ്ങളുടെ ദുആകൾ വസിയത്ത് ചെയ്തവർക്കും എല്ലാവർക്കും നീ നല്ലത് നൽകണമേ റഹ്മാനെ. ദുനിയാവിൽ ആഖിറത്തിൽ നല്ല ഹസനത്ത് നല്ലത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ ബലാ മുസീബത്തുകൾ, കണ്ണേറ്, ശൈത്താൻ അടങ്ങിയറുകൾ, സെഹറുകൾ ഇതെല്ലാം തട്ടി ദൂരത്താക്കണം റഹ്മാനെ. ആരെല്ലാം ഏതെല്ലാം ബുദ്ധിമുട്ടിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്, കുടുങ്ങി പോയിട്ടുണ്ടെല്ലാം തട്ടി ദൂരത്താക്കണം റഹ്മാനെ. സെഹറ്, കണ്ണേറ്, ശൈത്താൻ അടങ്ങിയറുകൾ ബാധിച്ചവർ സലാമത്താക്കണം റഹ്മാനെ. ഞങ്ങളെ കൂട്ടത്തിൽ ഗർഭിണികളായിട്ട് ആരെല്ലാം ഉണ്ട് അവർക്കെല്ലാം എളുപ്പപ്രസവം നൽകണേ റഹ്മാനെ. സാലിഹായ മക്കളെ കനിയേക്കണം റഹ്മാനെ. മക്കളില്ലാതെ കഷ്ടപ്പെടുന്ന ദുഃഖിക്കുന്ന ദമ്പതികൾക്ക് സാലിഹ്യങ്ങളായ മക്കൾ നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും നാട്ടിനും രാജ്യത്തിനും ആർക്കും ദ്രോഹമാവാത്ത മക്കളാക്കണം റഹ്മാനെ. നാടിനും സമുദായത്തിനും
മഹലിനും ജമാഅത്തിനുമെല്ലാം ഗുണം ചെയ്യുന്ന മക്കളാക്കണേ റഹ്മാന്. ഞങ്ങൾക്ക് ദുനിയാവിലും 4 ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളാക്കണം റഹ്മാന്. ഞങ്ങളെ മാതാപിതാക്കൾ ഉപകരിക്കുന്ന മക്കളാക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് തന്ന മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ. റഹ്മാനായ അല്ലാഹ് മഖബൂലും മബ്റൂറുമായ ഹജ്ജും ചെയ്യുവാനും ആദരവായ റസൂലുള്ളാഹി തങ്ങളെ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകണം റഹ്മാനെ. കേവലം ഹജ്ജിന് പോകാൻ തിരസ്കരിക്കപ്പെട്ടവരെ അവർക്ക് എന്തെങ്കിലും ഒരു വിജയത്തിൻ്റെ മാർഗ്ഗം നീ ഉണ്ടാക്കി കൊടുക്കണം റഹ്മാന്. അധികാരികൾക്ക് നല്ലത് നീട്ടി കൊടുക്കണം റഹ്മാന്. അതുപോലെ മുസ്ലിങ്ങൾക്ക് ഹക്കുമായി ബന്ധപ്പെട്ടതും മറ്റുമായിട്ടുള്ള മുസ്ലിമുകൾക്ക് ഗുണം ചെയ്യാത്ത വല്ല വിധികളും വിധിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീ പരാജയപ്പെടുന്ന റഹ്മാനെ. നല്ല വിധി ഉണ്ടാക്കാൻ അധികാരികൾക്ക് നീ നല്ല മനസ്സിട്ട് കൊടുക്കണം റഹ്മാനെ. റഹ്മാനായ അല്ലാഹ് ഏതെല്ലാം വിധത്തിലും മുസ്ലിമീങ്ങളെ ഉമ്മിനീങ്ങളെ ആക്രമിക്കപ്പെടുന്നുവോ റഹ്മാനായ റബ്ബേ ആ ആക്രമത്തിൽ നിന്നെല്ലാം ഞങ്ങളെ നീ രക്ഷപ്പെടുന്നു റഹ്മാനെ. അല്ലാഹുമ്മ ഇന്നാ നജഅലുക ഫീ നുഹൂരിഹിം വനഊദു ബിക മിൻ ശുറൂരിഹിം യാ റബ്ബൽ ആലമീൻ. രോഗികളായി കിടക്കുന്ന ഹോസ്പിറ്റലിലും വീടുകളിലുമായി രോഗികളായി കിടക്കുന്ന എത്രയോ മുഅ്മിനീങ്ങളുണ്ട്, കുടുംബക്കാരുണ്ട്. റഹ്മാന റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ ശിഷ്യന്മാർ സ്നേഹിതന്മാർക്കും ബന്ധുമിത്രാദികൾക്കും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യണം റഹ്മാനെ. വീടുകളുണ്ടാക്കാൻ ഉദ്ദേശിച്ചൊരു ഹൈറായ നിനക്ക് വീടുണ്ടാക്കാൻ ഗ്രഹിക്കണം റഹ്മാനെ. വീടുകളെ പണി പൂർത്തിയാവാത്ത ഹൈറായ നിനക്ക് പ്രതികരിച്ചു കൊടുക്കണം റഹ്മാനെ. അടച്ചവനെ റഹ്മാനായ അല്ലാഹ് നീ ഞങ്ങൾക്ക് തരുന്നതിൽ വാഹനത്തിൽ വീടുകളിൽ മക്കളിൽ കുടുംബത്തിൽ ശിഷ്യന്മാരിൽ ഇൽമിൽ തഅല്ലും താരീം എല്ലാത്തിലും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. ഈ നാടിൻ്റെ ദീനീ സ്ഥാപനം ഈ പരിശുദ്ധമായ മദീനത്തുൽ ദർബാറിൽ നടക്കുന്ന എല്ലാ സ്ഥാപനങ്ങളെയും നീ വിജയകരമാക്കണം റഹ്മാനെ. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന കമ്മിറ്റിക്കാരെയും ഉസ്താദുമാരെയും ഖാദിമീങ്ങളെയും നീ സഹായിക്കണേ റഹ്മാനെ. ആഫിയത്ത് നൽകണേ റഹ്മാനെ. സന്തോഷം റാഹത്ത് നൽകി റഹ്മാനെ. അവരെ കുടുംബത്തിനും അവരെ മക്കൾക്കും നീ ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അവസാനം അതേ വിശ്വാസത്തിൽ മരിക്കുന്ന നല്ലവരിൽ ഞങ്ങളെയും അവരെയും ഉൾപ്പെടുത്തണേ അല്ലാഹ്. ധാരാളം കാര്യങ്ങൾക്ക് ചോദിക്കാനുണ്ട് റബ്ബേ. നിൻ്റെ ഹബീബ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച എല്ലാ ഹൈറും ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട കുടുംബത്തിനും സ്നേഹിതന്മാർക്കും നൽകണേ റഹ്മാനെ. നിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാവൽ തേടിയ എല്ലാ ഷർറുകളത്തോടും ഞങ്ങളും കാവൽ തേടുന്നു അല്ലാഹ്. ഞങ്ങളെയും കുടുംബത്തെയും മക്കളെയും സ്നേഹിതന്മാരെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഈ കമ്മിറ്റിയുടെ എല്ലാ ഭാരവാഹികളെയും ഇവിടെ പ്രവർത്തിക്കുന്ന ഉസ്താദുമാരെയും പഠിക്കുന്ന മക്കളെയും എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങളുടെ ശിഷ്യന്മാർക്കും ഇവിടെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നാഫിയായ ഇൽമും അഖലും ഫഹമും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഇവിടെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് ആഫിയത്തും ആരോഗ്യം നൽകണം അല്ലാഹ്. ഞങ്ങൾക്കും ഞങ്ങളുടെ ഉസ്താദുമായി ഞങ്ങളുമായി ബന്ധപ്പെട്ടവർക്കെല്ലാം ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യണേ അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരിൽ ഖൽഖി സയ്യിദനാ മുഹമ്മദ് വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നീണ്ട പ്രഭാഷണം നടത്തിയ